Hello Makkals, welcome to Vedantu's Malayalam channel. എല്ലാ മക്കൾക്കും വേദാന്തുവിന്റെ മലയാളം ചാനലിലേക്ക് സുസ്വാഗതം. വളരെയധികം എക്സൈറ്റ്മെന്റ് ഉള്ള ഒരു ദിവസമാണ് മക്കളെ ഇന്ന് എനിക്ക്. കാര്യം ഈ ചാനലിൽ കൂടെ നമ്മൾ ഇന്ന് കെമിസ്ട്രിയുടെ, അതായത് എന്റെ സബ്ജക്റ്റിന്റെ മലപ്പടക്കത്തിന് തിരികൊടുത്തുകയാണ്. നടേടി എന്നൊക്കെ പറയില്ലേ, കട്ട വെയിറ്റിംഗ് ആയിരുന്നു ഇത്ര നാളായിട്ട്. എങ്ങനെയെങ്കിലും ഒരു മലയാളം ചാനൽ തുടങ്ങണം, എത്രയോ റിക്വസ്റ്റ് വന്നിട്ടുണ്ടെന്ന് അറിയോ ഈ തുടങ്ങാനായിട്ട്. ഫൈനലി കുറെ കട്ട വെയിറ്റിംഗിന് ശേഷം ഞങ്ങൾ ഈ ചാനൽ നിങ്ങൾക്കായിട്ട് ഓപ്പൺ ചെയ്യുന്നു. അതിലൂടെ കെമിസ്ട്രിയുടെ ഫസ്റ്റ് സെഷൻ ഇന്ന് നിങ്ങൾക്കായിട്ട് കാഴ്ചവെക്കുന്നു. എല്ലാവരും വളരെയധികം എക്സൈറ്റ്മെന്റ് ആണെന്നറിയാം. ഞാൻ ഒരു ചെമ്പ് ബിരിയാണി കഴിച്ചിട്ടാണ് വരുന്നത്. ഓക്കെ, വളരെയധികം എനർജി ഉണ്ട് എനിക്ക്. അപ്പോ നിങ്ങൾ കുറച്ച് പേരെങ്കിലും വിചാരിച്ചാണ് സാറ് കയറി അങ്ങോട്ട് പോവാണല്ലോ, സാറിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല, എന്താണ് സാറിന്റെ പേര്? ഞാൻ പരിചയപ്പെടുത്തി തരാം മക്കളെ. എൻ്റെ പേര് സുദർശൻ. നാട്ടിൽ കൊച്ചിയിലാണ്, ആലുവയാണ് കറക്റ്റ് പ്രദേശം. വേദാന്തുവിൽ ഇപ്പോൾ ഒരുമാതിരി 2-2.5 കൊല്ലമായി മാസ്റ്റർ ടീച്ചർ ഇൻ കെമിസ്ട്രി ഫോർ JEE ആൻഡ് NEET. ഇഷ്ടംപോലെ പിള്ളേരെ പഠിപ്പിച്ചിട്ടുണ്ട്, ഇഷ്ടംപോലെ പിള്ളേർക്ക് റാങ്ക് മേടിച്ചു കൊടുത്തിട്ടുണ്ട്, ഇഷ്ടംപോലെ പിള്ളേരെ നല്ല നല്ല കോളേജിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഇതിനെല്ലാം ഉപരി എന്നെ കുറിച്ച് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ പഠിച്ചത് എൻ്റെ കോളേജ് മക്കളെ, ഒരു മിനിറ്റ്, ഞാൻ പഠിച്ചത് ബിറ്റ്സ് പിലാനി എന്ന് പറയുന്ന അതിഗംഭീരമായ ഒരു കോളേജിലാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കണം സാർ എന്തിനാ ഈ പൊങ്ങച്ചൊക്കെ അടിക്കണം, ഇതൊക്കെ എന്തിനാ ഞങ്ങളോട് പറയണത്? മറ്റൊന്നും കൊണ്ടല്ല മക്കളെ, എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഒരു അഡ്വൈസ് തരാനാണ്. എനിക്കറിയാം നിങ്ങൾ യു ഗൈസ് ആർ ഫെഡ് അപ്പ് ഓഫ് അഡ്വൈസ്. സാറേ അഡ്വൈസ് എന്നൊന്നും പറയല്ല സാറേ. അമ്മയുടെ അഡ്വൈസ്, അച്ഛൻ്റെ അഡ്വൈസ്, ചേട്ടൻ്റെ അഡ്വൈസ്, ചേച്ചിയുടെ അഡ്വൈസ്, കൂട്ടുകാരൻ്റെ അഡ്വൈസ്, മാമന്റെ അഡ്വൈസ്, അയൽവക്കത്തെ ചേച്ചിയുടെ അഡ്വൈസ് ഒക്കെ പോട്ടെ. എന്നാൽ ഈ ഒരൊറ്റൊരു അഡ്വൈസ് നിങ്ങൾ എന്തായാലും കേൾക്കണം. എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്താലും, ലൈഫിൽ എന്ത് ചെയ്താലും, try to get your education from a premier college. Try to get your education from one of the finest college. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അതെന്തിനാ സാറേ? മറ്റൊന്നും കൊണ്ടല്ല, ഞാനിതെന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് കൊണ്ട് പറയാണ്. എ ഗുഡ് കോളേജ്, വളരെ നല്ലൊരു കോളേജിന് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാനുള്ള ഒരു ഹെൽപ്പ് ഉണ്ടാവും. അതായത് 360 ഫ്ലിപ്പ് എന്നൊക്കെ പറയില്ലേ ലൈഫിൽ, അത് ഒരു നല്ല കോളേജ് കൊണ്ട് നിങ്ങൾക്ക് സാധിക്കും. ഒരു നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നേറാൻ പറ്റും. ഇത് ഞാൻ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് കൊണ്ട് പറയാണ് മക്കളെ. അപ്പൊ നിങ്ങൾ ഇത് വളരെയധികം ഇമ്പോർട്ടൻസോടെ കാണണം. ഈ കോളേജ് എന്ന് പറയണത് ഒരു ബ്രാൻഡാണ്. ഇപ്പൊ നമ്മൾ പറയില്ലേ നൈക്കി, റീബോക്ക്, അഡിഡാസ്. ഒരു ഷൂസ് മേടിക്കണം, നൈക്കിയുടെ ഷൂസ് മേടിക്കണം. ഒരു കാർ മേടിക്കണം, ബെൻസ് കാർ മേടിക്കണം, അല്ലെ, ബെല്ലാരി രാജ പോലെ. അതേപോലെ ഒരു കോളേജിൽ പഠിക്കുകയാണെങ്കിൽ എയിംസിൽ പഠിക്കണം, അല്ലെങ്കിൽ ജിപ്മറി പഠിക്കണം, അല്ലെങ്കിൽ IIT പഠിക്കണം, അല്ലെങ്കിൽ ബിറ്റ്സ് പിലാനി പഠിക്കണം, അല്ലെങ്കിൽ NIT പഠിക്കണം. ഈ ഒരു വാശി വേണം. കാര്യം മറ്റൊന്നുമല്ല മക്കളെ. അതായത് നിങ്ങൾ വിചാരിക്കണോ സാറേ ഒരു ഡോക്ടർ ആവണമെങ്കിൽ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ പഠിച്ചാൽ പോരെ, എന്തിനാണ് എയിംസിൽ തന്നെ പഠിക്കുന്നത്? അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആവണമെങ്കിൽ ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചാൽ പോരെ. മക്കളെ അതിലൊരു വ്യത്യാസമുണ്ട്. നിങ്ങളൊരു കല്ലെടുത്തിട്ട്, ഇന്ത്യയിൽ ഒരു കല്ലെടുത്തിട്ട് നേരെ മേളിലേക്ക് എറിയുമ്പോൾ അത് വന്ന് വീഴാൻ പോണത് ഏതെങ്കിലും ഒരു എഞ്ചിനീയറിന്റെയോ ഡോക്ടറിന്റെയോ തലയിലായിരിക്കും മിക്കവാറും. ആ തലേ വീണ ആളുടെ തലയെ തട്ടിയിട്ട് നിങ്ങൾ ചോദിക്കുക, ഹലോ മിസ്റ്റർ നിങ്ങളിപ്പോ എന്താണ് പണി എന്ന് ചോദിക്കുമ്പോൾ മിക്കവാറും അയാൾ പറയാൻ പോണ ഇത്ര ഉണ്ടാവുള്ളൂ, ഞാൻ പഠിച്ച പണിയല്ല ഞാൻ ചെയ്യണം. പഠിച്ച പണി ചെയ്യണം എന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, ഈ കോളേജസിൽ കൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോണ ഓപ്പർച്യൂണിറ്റീസ്, അത് പഠിച്ച പണി ആയിക്കോട്ടെ, നിങ്ങൾ പഠിക്കാത്ത പണി ആയിക്കോട്ടെ, വളരെ അധികം ഡിഫറൻസ് ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, കോളേജ് എന്നുള്ളത് ഒരു ബ്രാൻഡാണ്. ഓക്കെ, ഈ പറഞ്ഞ നൈക്കി, അഡിഡാസ് എന്നൊക്കെ പറഞ്ഞ ചിലപ്പോൾ 2 കൊല്ലത്തേക്ക് ഒരു ബ്രാൻഡിന്റെ വില ഉണ്ടാവും. 2 കൊല്ലം കഴിഞ്ഞാൽ ഷൂസ് കഴിഞ്ഞു. പക്ഷെ ഈ ബ്രാൻഡ്, കോളേജ് എന്ന് പറഞ്ഞ ബ്രാൻഡ് 10-30 അല്ലെങ്കിൽ 10-50 കൊല്ലത്തേക്ക് നിങ്ങളൊപ്പം ഉണ്ടാവും. ഫോർ എവർ ഇൻ യുവർ ലൈഫ്. നിങ്ങൾക്ക് സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്ന റെസ്പെക്ട്, നിങ്ങളുടെ ലോകത്തോടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട്, the opportunities that you get,
all of this will be immense, top notch. കുറെ പറയാനുണ്ട് കോളേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇഷ്ടംപോലെ സമയമുണ്ട്, നമുക്ക് പിന്നെ പറയാം. പക്ഷെ ഫൈനലി എനിക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രിപ്പറേഷൻ ജേർണി എന്ന് പറയുന്നത്, യു ഗൈസ് ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. അതായത് ഈ പ്രിപ്പറേഷൻ ജേർണിയിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്, ഈശ്വര ഞാൻ ഒരുമാതിരി കണ്ണുകെട്ടിക്കളിയാണല്ലോ കളിക്കണത്, അതായത് ഒരു അന്തവും കുന്തവും ഇല്ലാതെ എങ്ങോട്ടെങ്കിലും ഓടുകയാണോ എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ആബ്സല്യൂട്ട്ലി നോട്ട്. നിങ്ങൾക്കത് മാച്ച് കളയാൻ, കാരണം നിങ്ങൾ ഇപ്പോൾ ഉള്ളത് റൈറ്റ് പാത്തിലാണ്. ടു ഗെറ്റ് ഇൻ ടു, യു ആർ ട്രൈങ് ടു ഗെറ്റ് ഇൻ ടു വൺ ഓഫ് ദ ഫൈനസ്റ്റ് കോളേജസ് ഇൻ ദ കൺട്രി, ആൻഡ് ദാറ്റ് ഇസ് ദ ബെസ്റ്റ് ഗിഫ്റ്റ് യു ക്യാൻ ഗിവ് യുവർ സെൽഫ്. അത് നിങ്ങൾക്ക് തന്നെ കൊടുക്കാനുള്ള ഏറ്റവും വലിയ സമ്മാനമായിരിക്കും അത്, ഒരു നല്ല കോളേജിൽ പഠിക്കുക എന്നുള്ളത്. അപ്പോ യു ഗൈസ് ആർ ഇൻ ദ റൈറ്റ് പാത്ത്. ആ ജേർണിയിൽ ഞാനും ഒരു ഭാഗമായിരിക്കും ഈ ചാനലിലൂടെ. ഓക്കെ, സോ ഗെറ്റ് എക്സൈറ്റഡ് ആൻഡ് ബി മോട്ടിവേറ്റഡ് ആൻഡ് പുഷ് യുവർ സെൽഫ് ഫോർവേഡ്. ഓക്കെ, അതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അടുത്ത കാര്യം, നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്നുള്ളത്. ഇന്ന് വളരെ വളരെ രസകരമായിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ തുടങ്ങാൻ പോണത്. 12th സ്റ്റാൻഡേർഡിലെ കെമിക്കൽ കൈനറ്റിക്സ്, 12th സ്റ്റാൻഡേർഡിലെ കെമിക്കൽ കൈനറ്റിക്സ് എന്ന സംഭവബഹുലമായ ടോപ്പിക്. കെമിക്കൽ കൈനറ്റിക്സ് എന്ന സംഭവബഹുലമായ ടോപ്പിക്കാണ് മക്കളെ നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത്. ഓക്കെ, വളരെ രസകരമായിട്ടുള്ള, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെയധികം ത്രില്ലടിപ്പിക്കുന്ന ഒരു ചാപ്റ്ററാണ് കെമിക്കൽ കൈനറ്റിക്സ്. എന്റെയൊക്കെ കാലത്ത് 2009-2010 ഞാൻ ഈ ചാപ്റ്ററിനെ ജാക്ക്പോട്ട് ചാപ്റ്റർ എന്ന് വിളിക്കും, ബമ്പർ ചാപ്റ്റർ എന്നൊക്കെ പറയില്ല, ഓണം ബമ്പർ ചാപ്റ്റർ. കാര്യം മറ്റൊന്നുമല്ല, ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജും വളരെ അധികം ഹൈ ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നീറ്റ് എക്സാം എടുക്കുകയാണെങ്കിൽ 2 ക്വസ്റ്റ്യൻ എന്തായാലും വരും ഇതിൽ. ഏത് എക്സാം എടുത്താലും, ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാം എടുത്താലും, എൻട്രൻസ് എക്സാം എടുത്താലും, കെമിക്കൽ കൈനറ്റിക്സിന്റെ വെയിറ്റേജ് കെമിക്കൽ കൈനറ്റിക്സിനെ തട്ട് താഴ്ന്നു തന്നെ ഇരിക്കും. ഓക്കെ, അപ്പോ വളരെയധികം വെയിറ്റേജ് ഉണ്ട്, എന്നാൽ വളരെയധികം ഈസി എന്നാലും. അതുകൊണ്ടാണ് ഇതിനെ ജാക്ക്പോട്ട് അല്ലെങ്കിൽ ബമ്പർ ചാപ്റ്റർ എന്ന് ഞാൻ വിളിച്ചു കൊടുക്കുന്നത്. കെമിക്കൽ കൈനറ്റിക്സ്, സൊല്യൂഷൻസ്, ഇതെല്ലാം ബമ്പർ ചാപ്റ്റേഴ്സ് ആണ്. ചെറിയ ചാപ്റ്റേഴ്സ്, അധികം വലിപ്പമൊന്നുമില്ല, അധികം കട്ടിയൊന്നുമല്ല, എന്നാ വെയിറ്റേജ് ഉണ്ട് താനും, അല്ലേ? അപ്പൊ നമ്മൾ ഈ കെമിക്കൽ കൈനറ്റിക്സിന്റെ മല നേരെ ചാടി കയറാനൊന്നും പോകണില്ല, പിച്ച വെച്ചേ പോവുള്ളൂ, പതിയെ പതിയെ ടോപ്പിക് ബൈ ടോപ്പിക്കേ പോവുള്ളൂ. അപ്പോ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് റിയാക്ഷൻ ആണ്. പിന്നെ ആവറേജ് റേറ്റ്, ഇൻസ്റ്റന്റേനിയസ് റേറ്റ്, റേറ്റ് ഓഫ് റിയാക്ഷൻ ആസ് പെർ സ്റ്റോക്കിയോമെട്രി, പിന്നെ പ്രോബ്ലംസ്. ഈ പ്രോബ്ലംസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ നിങ്ങളുടെ പ്രിപ്പറേഷനിൽ പ്രോബ്ലം സോൾവിങ്ങിന്. അതായത് ഞാനൊരു ക്ലാസ് എടുക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് തിയറി ചിലപ്പോൾ മനസ്സിലായെന്നിരിക്കും, പക്ഷെ ആ തിയറി മനസ്സിലായത് കൊണ്ട് നിങ്ങൾക്ക് പ്രോബ്ലംസ് എല്ലാം ചെയ്യാൻ പറ്റുന്ന എവിടെയും എഴുതി വെച്ചിട്ടില്ല. അതായത് ചിലപ്പോൾ ഒരാൾക്കൊരു കാർ ഉണ്ടാക്കാൻ കഴിഞ്ഞെന്ന് വരും, അത് ഓടിക്കണമെങ്കിൽ അതിന് വേറെ പ്രാക്ടീസ് തന്നെ വേണം, അല്ലെ? അതേപോലെ തിയറി ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വരും, പക്ഷെ അത് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ പ്രോബ്ലംസ് സോൾവ് ചെയ്തേ തീരൂ. അപ്പൊ നിങ്ങൾ വിചാരിക്കും, സാർ എത്ര പ്രോബ്ലംസ് സോൾവ് ചെയ്യണം സാറേ? ഒരു 10,000 മതിയോ? ഒരു 5,000 മതിയോ? അല്ലെങ്കിൽ 1000 മതിയോ? അല്ലെങ്കിൽ 500 മതിയോ? എന്റെ മക്കളെ, നിങ്ങളോട് എന്തൊക്കെയാണ് ആൾക്കാർ പറഞ്ഞേക്കണേന്ന് എനിക്കറിയില്ല. ചിലർ പറയും 5,000 പ്രോബ്ലംസ് സോൾവ് ചെയ്താൽ മതി, അല്ലെങ്കിൽ 6,000 പ്രോബ്ലംസ് സോൾവ് ചെയ്താൽ മതി. എനിക്കറിയില്ല, ഞാനും കേട്ടിട്ടുണ്ട്, എന്റെ പ്രിപ്പറേഷൻ ജേർണിയിൽ കുറെ പേര് പറഞ്ഞിട്ടുണ്ട്, ഇത്രയും പ്രോബ്ലംസ് സോൾവ് ചെയ്താൽ മതിയാടാ, നീ എന്തായാലും കയറും. പക്ഷെ ഞാൻ അന്നും എന്നും വിശ്വസിക്കുന്ന ഒരു കാര്യം, ഞാൻ ഈ എക്സാംസ് ഒക്കെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞതാണ്. നീറ്റ് അല്ല, എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻസ്, ബിറ്റ്സാറ്റ് എന്ന് പറഞ്ഞ വളരെ വലിയൊരു എൻട്രൻസ് എക്സാമിനേഷൻസ് കഴിഞ്ഞു, അത് ക്ലിയർ ചെയ്തു, ബിച്ച് പ്ലാനി എന്ന കോളേജിൽ പഠിച്ചു. അപ്പൊ എന്റെ അനുഭവം കൊണ്ട് ഞാൻ പറയണത്, you should do enough amount of problems so that you become confident in that topic. അതായത് എല്ലാ ടോപ്പിക്കിലും 1000 പ്രോബ്ലം വെച്ച് ചെയ്യാനൊന്നും ഞാൻ പറയാനുള്ള, ആ ടോപ്പിക്കിൽ നിങ്ങൾ കോൺഫിഡന്റ് ആവണ വരെയും പ്രോബ്ലംസ് ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് ദെൻ ഓൺലി യു ഗോ ടു ദ നെക്സ്റ്റ് ടോപ്പിക്. ഇതൊരു സിമ്പിൾ അഡ്വൈസ് ആണ്. ഒന്നും കൂടി പറയാം, ആ ടോപ്പിക്കിൽ കോൺഫിഡന്റ് ആവണ വരെ പ്രോബ്ലംസ് ചെയ്യാം.
and then you move on. എന്നാലേ നിങ്ങൾ വിജയിക്കുള്ളൂ. ഇതാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ആൻഡ് ഇതൊരു ടൈം ടെസ്റ്റഡ് വിശ്വാസമാണ്. നിങ്ങളിത് ഫോളോ ചെയ്ത് നോക്കൂ. അതായത് ഒരു ടോപ്പിക് എടുത്ത് 2 ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്കത് കിട്ടിയില്ല, ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യനും കിട്ടിയില്ല, രണ്ടാമത്തെ ക്വസ്റ്റ്യനും കിട്ടിയില്ല, നിങ്ങൾ നേരെ ചാടി അടുത്ത ടോപ്പിക്കിലേക്ക് പോകരുത്. ട്രൈ ഡൂയിങ് മോർ ക്വസ്റ്റ്യൻസ് ഇൻ ദാറ്റ് ടോപ്പിക്. അതിൽ മുന്നേറാൻ നോക്കുക. ഫൈനലി ഓൺലി അത് കോൺഫിഡന്റ് ആവുമ്പോൾ, ആ ടോപ്പിക്ക് നിങ്ങൾക്ക് കോൺഫിഡന്റ് ആവുമ്പോൾ മാത്രം ചാടുക അടുത്ത ടോപ്പിക്കിലേക്ക്. ഓക്കെ, പിന്നെയുള്ളത് ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ, എനിക്കറിയാം ഞാൻ ഈ അഡ്വൈസ് ആണെന്ന് അറിയാം, എന്നാലും ഇതും കൂടി നിങ്ങൾ കേട്ടേ പറ്റൂ. ഡൗട്ട്സ് ചോദിക്കുക, ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക അറ്റ് ദ റൈറ്റ് ടൈം. ഈ ബി ഫൂളിഷ് ടു ബി ഇന്റലിജന്റ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഞാൻ പറഞ്ഞ വാക്കല്ല, സാക്ഷാൽ ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞ വാക്കാണ്, ബി ഫൂളിഷ് ടു ബി ഇന്റലിജന്റ്. എന്ന് വെച്ചാൽ പൊട്ടത്തരം ചോദിക്കണം എന്നല്ല ഞാൻ പറയണത്. എല്ലാം തികഞ്ഞവൻ അല്ലെങ്കിൽ എല്ലാം അറിഞ്ഞവൻ എന്നുള്ള ഭാവം ഒരിക്കലും വെക്കാൻ പാടില്ല. ചെറിയ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തന്നെ അത് ക്ലിയർ ചെയ്യാൻ നോക്കുക, അപ്പപ്പ ക്ലിയർ ചെയ്യാൻ നോക്കുക. അതിങ്ങനെ പൈലപ്പ് ചെയ്ത് വെക്കാൻ പാടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഡൗട്ടുകൾ ചോദിക്കാൻ മടിക്കരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഒരു കൊച്ചു കുട്ടിയെ പോലെ ആവണം. ദ ഇൻക്വിസിറ്റീവ്നെസ് ഓർ ദ ക്യൂരിയോസിറ്റി ഓഫ് എ സ്മോൾ ചൈൽഡ്, അത് ബിൽഡ് ചെയ്യാൻ നോക്കണം. അതായത് ഒരു കൊച്ചു കുട്ടിയുടെ കൗതുകം എന്നൊക്കെ കേട്ടിട്ടില്ലേ? നിങ്ങളൊരു കൊച്ചു കുട്ടിയാകുന്നപ്പോൾ എന്തോരം ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു അല്ലേ? വളർന്നു വരുമ്പോൾ അതിൻ്റെ എണ്ണം കുറയും, ചോദ്യങ്ങളുടെ എണ്ണം കുറഞ്ഞു. അത് പാടില്ല. ഓക്കെ, മെയിൻറ്റെയിൻ ദാറ്റ്. എപ്പോഴും ഒരു ഡൗട്ട് ഉള്ളപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ നോക്കുക അപ്പപ്പ തന്നെ. ഓക്കെ, അപ്പൊ നമുക്ക് പതിയെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഫസ്റ്റ് ടോപ്പിക്. അതിനു മുമ്പ് എല്ലാവരും അതായത് ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, സബ്സ്ക്രൈബ് അടിക്കുക. ഓക്കെ, മലയാളികളുടെ ശക്തി നിങ്ങൾ കാണിക്കണം മക്കളെ. ഇത് വളരെ വലിയൊരു ചാനലാക്കി മാറ്റിയെടുക്കാനായിട്ട് നിങ്ങളുടെ സഹായം എന്തായാലും വേണ്ടി വരും. വി നീഡ് യുവർ സപ്പോർട്ട് ഫോർ ദാറ്റ്. കാരണം ഞങ്ങൾ ഇതിൽ ചത്തു പണിയെടുക്കും നിങ്ങൾക്ക് വേണ്ടി. അപ്പൊ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ആ എനർജി കിട്ടില്ല. എത്ര ചെമ്പ് ബിരിയാണി കഴിച്ചിട്ട് വന്നാലും ഒരു 2 ലൈക്ക് കൂടുതൽ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് ഡൗൺ ആവും. അപ്പൊ ഞങ്ങൾ ഡൗൺ ആവാതെ നോക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഓക്കെ, കൂൾ. സോ നമുക്ക് ആദ്യത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം മക്കളെ. റേറ്റ് ഓഫ് റിയാക്ഷൻ. വളരെ സിമ്പിൾ ടോപ്പിക്കാണ്. ഇന്ന് വളരെയധികം ബേസിക് ആയിട്ടുള്ള ടോപ്പിക്കേ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നുള്ളൂ. നമ്മൾ ആദ്യം തന്നെ മലയൊന്നും ചാടിക്കിടക്കാൻ പോകണം, ഞാൻ പറഞ്ഞ പോലെ. അപ്പൊ റേറ്റ് ഓഫ് റിയാക്ഷൻ. റേറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആദ്യം മനസ്സിൽ ഓടി വരുന്നത് എന്താണ്? സാറേ സ്പീഡ് അല്ലെങ്കിൽ സാറേ വെലോസിറ്റി. ഫിസിക്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും 11th അല്ലെ, കൈനമാറ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി. പക്ഷെ അതങ്ങ് അങ്ങാടിയില്ല കേട്ടോ, അതങ്ങ് ഫിസിക്സിൽ സ്പീഡും വെലോസിറ്റി. അങ്ങാടിന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഫിസിക്സ് ഇഷ്ടമല്ല എന്നൊട്ടൊന്നുമല്ല, വളരെയധികം ഇഷ്ടമുള്ളൊരു ചാപ്റ്റർ തന്നെയാണ്, അല്ല സബ്ജക്റ്റ് ആണ് ഫിസിക്സ്. അതായത് എൻ്റെ പ്രിപ്പറേഷൻ ജേർണിയിൽ 2009-2010 ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഫിസിക്സ് ആണ്. പക്ഷെ ഞാൻ അങ്ങാടിന്ന് ഉദ്ദേശിച്ചത് സ്പീഡും വെലോസിറ്റിയും ഫിസിക്സിൽ. ഇവിടെ നമ്മൾ സ്പീഡ് ഓഫ് എ റിയാക്ഷൻ അല്ലെങ്കിൽ റേറ്റ് ഓഫ് എ റിയാക്ഷൻ ആണ് നോക്കുന്നത്. ഓക്കെ, റേറ്റ് ഓഫ് എ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഡെഫിനിഷൻ എന്തായിരിക്കും? അതായത് റിയാക്ഷന്റെ സ്പീഡ്, എത്ര വേഗം അത് തീരുന്നു അല്ലെങ്കിൽ എത്ര പതുക്കെ അത് തീരുന്നു. ദാറ്റ് ഈസ് വാട്ട് റേറ്റ് ഓഫ് എ റിയാക്ഷൻ മീൻസ്, റൈറ്റ്? അപ്പൊ നമുക്ക് അതിന്റെ ഡെഫിനിഷൻ നോക്കാം മക്കളെ. റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഇസ് നത്തിങ് ബട്ട് change in concentration of either reactants or products in a unit time. Change in concentration of either reactants or products in a unit time. ഈ കോൺസെൻട്രേഷൻ എന്ന് ഉദ്ദേശിച്ചത് എന്താ? ഇഷ്ടംപോലെ കോൺസെൻട്രേഷൻ ടേംസ് ഉണ്ട് അല്ലെ? മൊളാലിറ്റി ഉണ്ട്, മോൾ ഫ്രാക്ഷൻ ഉണ്ട്, പെർസെൻറ്റേജ് വെയിറ്റ് ബൈ വോള്യൂം ഉണ്ട്, ഇഷ്ടംപോലെ കോൺസെൻട്രേഷൻ ടേംസ് ഉണ്ട്. ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന കോൺസെൻട്രേഷൻ ടേം മൊളാരിറ്റി ആണ് മക്കളെ. മൊളാരിറ്റി ഐ ഹോപ്പ് യു ഗൈസ് നോ എന്താണെന്നുള്ളത്. നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോള്യൂം. മൊളാരിറ്റി എന്നത് നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോള്യൂം. സോ റേറ്റ് ഓഫ് റിയാക്ഷൻ ഇസ് നത്തിങ് ബട്ട് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ, അതായത് ചേഞ്ച് ഇൻ മൊളാരിറ്റി
of either reactants or products in a unit time. ഇപ്പൊ നിങ്ങളൊരു കണ്ടെയ്നർ എടുത്തു എന്നിട്ട് എയും ബിയും റിയാക്ട് ചെയ്യാന്ന് വിചാരിക്കുക. എ ആൻഡ് ബി ഇസ് റിയാക്ടിങ്. ഒബ്വിയസ്ലി എയും ബിയും റിയാക്ട് ചെയ്യുമ്പോൾ ദേ ആർ ഗെറ്റിംഗ് കൺസ്യൂംഡ്. അത് കൺസ്യൂം ചെയ്ത് അതിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്ര വേഗം അതിന്റെ കോൺസെൻട്രേഷൻ കുറയുന്നു ഇൻ എ യൂണിറ്റ് ടൈം, അതാണ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ. ഗോട്ട് ഇറ്റ്? ഫൈൻ. ഓക്കെ, ഇതൊരു ബേസിക് ഡെഫിനിഷൻ മാത്രമാണ്. നിങ്ങൾ ഫിസിക്സിൽ സ്പീഡിനെ കുറിച്ച് പഠിച്ചപ്പോൾ അല്ലെങ്കിൽ വെലോസിറ്റിയെ കുറിച്ച് പഠിച്ചപ്പോൾ 2 തരം വെലോസിറ്റി അല്ലെങ്കിൽ 2 തരം സ്പീഡ് ഉണ്ടായിരുന്നു. ഓർമ്മയുണ്ടോന്നറിയില്ല. ഒന്ന് മറ്റേ ആവറേജ് സ്പീഡ് അല്ലെങ്കിൽ ആവറേജ് വെലോസിറ്റി, പിന്നൊന്ന് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ഇവിടെ മക്കളെ നമ്മൾ സെയിം സാധനം കോപ്പി അടിക്കുകയാണ്. ആവറേജ് റേറ്റ് ഓഫ് എ റിയാക്ഷനും ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് എ റിയാക്ഷനും. അപ്പൊ ആവറേജ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ RAV, this is how you denote it, is nothing but change in concentration of either reactants or products in a given time interval. അതായത് ഒരു ടൈം ഇന്റർവൽ, അതായത് 5 മിനിറ്റ് ടു 10 മിനിറ്റ്, ഇതിനുള്ളിൽ എത്ര ചേഞ്ച് വന്നു കോൺസെൻട്രേഷന്, റിയാക്ടൻസിന്റെ സൈഡിലായാലും പ്രോഡക്ട്സിന്റെ സൈഡിലായാലും, ദാറ്റ് ഇസ് കോൾഡ് ആസ് ആവറേജ് റേറ്റ്. That is called as average rate. ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാം പ്രോപ്പർ ആയിട്ട്. ഒരു മിനിറ്റ്. സപ്പോസ് വി ടേക്ക് എ റിയാക്ഷൻ. നമ്മൾ റിയാക്ഷൻ കൺസിഡർ ചെയ്യാൻ പോവാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റിയാക്ഷൻ. റിയാക്ടൻസ് ഗിവിംഗ് യു പ്രോഡക്ട്സ്, ആർ ഗിവിംഗ് യു പി. ഓക്കെ, ഞാനൊരു ഗ്രാഫ് വരയ്ക്കാൻ പോവാണ് മക്കളെ. എനിക്കറിയാം നിങ്ങൾക്ക് ഗ്രാഫ് ഇഷ്ടമേ അല്ലാന്ന്, പക്ഷെ നിങ്ങൾക്കറിയാം ഗ്രാഫ് ഇസ് നത്തിങ് ബട്ട് ഇറ്റ്സ് മാത്തമാറ്റിക്സ്. മാത്സ് എന്ന് പറഞ്ഞാൽ സയൻസിന്റെ ലാംഗ്വേജ് ആണ് അല്ലേ? സോ എല്ലാരും നോക്കുക. ഐ എം പ്ലോട്ടിങ്, ഞാൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് വേഴ്സസ് ടൈം ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ പോവാണ്. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് വേഴ്സസ് ടൈം ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ പോവാണ്. ഈ ഗ്രാഫിന്റെ ഷേപ്പ് ഒരുമാതിരി അരിവാള് പോലെ ഇരിക്കും. അപ്പൊ നിങ്ങൾ പറയും, സാറിന് എങ്ങനെ അറിയാം സാറേ? അതെങ്ങനെ അതിങ്ങനെ പറഞ്ഞ സാറേ? അതിന് വേറെ എന്തെങ്കിലും ഷേപ്പ് വന്നൂടെ? ഒരു സിമ്പിൾ ലോജിക് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇനീഷ്യൽ ടൈം എടുക്കുമ്പോൾ റിയാക്ടൻസ് എപ്പോഴും കൂടുതലായിരിക്കും. തുടക്കമല്ല റിയാക്ഷന്റെ. ടൈം കൂടുന്തോറും റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞുകൊണ്ട് വരും. ഈ സ്ക്വയർ ബ്രാക്കറ്റ് എന്താ മക്കളെ? സ്ക്വയർ ബ്രാക്കറ്റ് എന്ന് വെച്ചാൽ മൊളാരിറ്റി. ഓക്കെ, സ്ക്വയർ ബ്രാക്കറ്റ് എപ്പോഴും കോൺസെൻട്രേഷനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, മൊളാരിറ്റിയോടെ. ഓക്കെ, അപ്പൊ മൊളാരിറ്റി ഓഫ് ആർ കുറഞ്ഞുകൊണ്ട് വരും ടൈം കൂടുന്തോറും. അപ്പൊ ഞാൻ 2 ടൈം ഇന്റർവെൽ എടുക്കാന്ന് വിചാരിക്കുക. ഇപ്പൊ ഞാൻ ഒരു മിനിറ്റ്. ഇപ്പൊ ഞാൻ ഈ ഒരു ടൈം T1ഉം ഈ ഒരു ടൈം T1ഉം T2ഉം ടൈം ഇന്റർവെൽ എടുക്കുകയാണെങ്കിൽ T1 ടൈമില്, ഇപ്പൊ ഈ T1 ടൈമില് കോൺസെൻട്രേഷൻ R1 ആണെന്നിരിക്കട്ടെ. T2 ടൈം ഓവർ ഹിയർ R2 ആണെന്ന് വെക്കട്ടെ. ഓക്കെ, T1 ടൈമില് R1, T2 ടൈമില് R2. ഇതായിരിക്കട്ടെ കോൺസെൻട്രേഷൻ. ഏത്? റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ. ഓക്കെ, ഒബ്വിയസ്ലി നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവാം ഇതിൽ നിന്ന് തന്നെ. R2 is lesser than R1 മക്കളെ. Final concentration obviously lesser than initial concentration. R2 is lesser than R1. ഇനി നമ്മള് ആവറേജ് റേറ്റിന്റെ ഫോർമുല യൂസ് ചെയ്യണമെങ്കിൽ ആവറേജ് റേറ്റ് ഇസ് നത്തിങ് ബട്ട് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഇൻ എ ഗിവൺ ടൈം ഇന്റർവെൽ. അപ്പൊ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ എന്താ? ഫൈനൽ കോൺസെൻട്രേഷൻ R2 minus initial concentration R1 divided by change in time, or basically time interval T2 minus T1, which is nothing but delta of R, that is change in concentration of R divided by delta of T. Okay my dear students, happy average rate in a definition and the change in concentration R2 minus R1 final minus initial divided by T2 minus T1. Jambalakadi pamba, alla.
That is nothing but delta R divided by delta T. In your actual magic, I am going to do a negative sign. Sorry, പക്ഷെ ഇത് എന്തിനാണ് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഇത് കുറച്ച് ഓവറായി പോയി അല്ലേ? എന്തിനാ സാർ അവിടെ നെഗറ്റീവ് സൈൻ കൊടുത്തത്? കാര്യം എന്താന്ന് വെച്ചാൽ R2 is lesser than R1. R2 is lesser than R1. So നമ്മൾ R2 minus R1 എടുക്കുമ്പോൾ R2 is lesser than R1. അപ്പോൾ നമ്മൾ R2 minus R1 എടുക്കുമ്പോൾ it will be lesser than 0. അതൊരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. അപ്പോൾ നമ്മൾ ആവറേജ് റേറ്റ് എടുക്കുമ്പോൾ ഈ ആവറേജ് റേറ്റ് ഇഫ് യു ജസ്റ്റ് കൺസിഡർ ദിസ് പാർട്ട്, ഇത് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കതൊരു നെഗറ്റീവ് വാല്യൂ കിട്ടും. പക്ഷെ നിങ്ങൾക്കറിയാം നമുക്ക് ആർക്കും നെഗറ്റീവ്സ് ഇഷ്ടമല്ല ലൈഫിൽ അല്ലെ? കെമിസ്ട്രിയിലാണെങ്കിൽ പ്രത്യേകിച്ച്. അതുകൊണ്ട് തന്നെ നമ്മളൊരു തീരുമാനത്തിലെത്തുകയാണ്. കെമിസ്ട്രിയിൽ നമ്മൾ റേറ്റിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ വി ഓൾവേസ് റെപ്രസെന്റ് ഇറ്റ് ആസ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി. റേറ്റിനെ എപ്പോഴും ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആക്കി മാറ്റാൻ നമ്മൾ ശ്രമിക്കും. അപ്പൊ നമ്മൾ ഇത് മാത്രം എടുക്കുകയാണെങ്കിൽ, ഈ വട്ടത്തിലുള്ളത് മാത്രം എടുക്കുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് എ നെഗറ്റീവ് വാല്യൂ. അതുകൊണ്ട് ആ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് വി ആർ പുട്ടിങ് എ നെഗറ്റീവ് സൈൻ ഔട്ട്സൈഡ് സോ ദാറ്റ് ദിസ് എൻറ്റയർ ടേം so that this entire term over here, the entire term becomes positive. ഇത് മൊത്തം പോസിറ്റീവ് ആവും നെഗറ്റീവ് ആഡ് ചെയ്യുമ്പോൾ. ഓക്കെ, ഇത് മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് നെഗറ്റീവ് ആണ്. ആ നെഗറ്റീവിനെ നമ്മൾ പോസിറ്റീവ് ആക്കാൻ വേണ്ടി എന്തിനാ പോസിറ്റീവ് ആക്കണം സാറ്? അതവിടെ കിടന്നോട്ടെ സാറ്. ഇല്ല മക്കളെ, അതൊരു കൺവെൻഷൻ ആണ്. റേറ്റ് ഇൻ കെമിസ്ട്രി, റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഇസ് എക്സ്പ്രസ്ഡ് ആസ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി. അപ്പൊ ആ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു നെഗറ്റീവ് സൈൻ ആഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ വിചാരിക്കും സാർ ഇത് ഭയങ്കര കഷ്ടമായി പോയി. സാറിന് പ്രൊഡക്റ്റിനെ വെച്ചിട്ട് റേറ്റ് ഡിസ്ക്രൈബ് ചെയ്തു, റിയാക്ടന്റിനെ വെച്ചിട്ട് റേറ്റ് ഡിസ്ക്രൈബ് ചെയ്തു. ഇനി പ്രോഡക്റ്റിനെ വെച്ചിട്ട് റേറ്റ് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുമോ? പറ്റുമല്ലോ. പ്രോഡക്റ്റിനെ വെച്ചിട്ടും നമുക്ക് റേറ്റ് ഡിസ്ക്രൈബ് ചെയ്യാം. ഒരു മിനിറ്റ്. പ്രോഡക്റ്റിനെ വെച്ചിട്ടും നമുക്ക് റേറ്റ് ഡിസ്ക്രൈബ് ചെയ്യാം. അതും ഞാൻ കാണിച്ചു തരാം മക്കളെ. ഇപ്പൊ നമ്മൾ റിയാക്ടന്റിനെ വെച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്തു റേറ്റ്. ആവറേജ് റേറ്റ് മൈനസ് ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി. ഇനി പ്രോഡക്റ്റിനെ വെച്ചിട്ട് അപ്പൊ സെയിം റിയാക്ഷൻ തന്നെ നമുക്ക് എടുക്കാം. സെയിം റിയാക്ഷൻ എന്തിനാ വേറെ തേടി പോണത്? സെയിം റിയാക്ഷൻ ആർ ഗിവിംഗ് യു പി. ഓക്കെ മക്കളെ, പ്രോഡക്റ്റിന്റെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? മക്കളെ, കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് വേഴ്സസ് ടൈം. പ്രോഡക്റ്റിന്റെ ഗ്രാഫ് അരിവാള് പോലെ തന്നെ, പക്ഷെ ഇങ്ങനെ ഉണ്ടാവും. പക്ഷെ നേരെ തലതിരിഞ്ഞായിരിക്കും. റിയാക്ടന്റിനെ വെച്ച് നോക്കുമ്പോ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും അല്ലെ? പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഓൾവേസ് ഇൻക്രീസസ് വിത്ത് ടൈം. പ്രോഡക്റ്റ് എവറി ടൈം ഇൻക്രീസസ് അല്ലെ? ടൈം കൂടുന്തോറും പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ രണ്ട് ടൈം ഇന്റർവെൽ എടുക്കുകയാണ്. T1 T2. T1 ടൈമില് P1 കോൺസെൻട്രേഷൻ, T2 ടൈമില് P2 കോൺസെൻട്രേഷൻ. ഓക്കെ ഫൈൻ. അപ്പൊ നമ്മൾ ആവറേജ് റേറ്റ് ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ആവറേജ് റേറ്റ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ്. എത്രയാ? P2 മൈനസ് P1 ഡിവൈഡഡ് ബൈ T2 മൈനസ് T1. ഓക്കെ മക്കളെ, which is equal to delta P divided by delta T. P2 minus P1 is equal to delta P. T2 minus T1 is delta T. Change in product versus as in divided by change in time. Okay മക്കളെ, fine. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ P2 is greater than P1.
ഇവിടെ നമ്മൾ നോക്കുമ്പോൾ P2 is greater than P1. ഒരു മിനിറ്റ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ P2 is greater than P1. P2 is greater than P1 എന്ന് പറയുമ്പോൾ എന്താ? ഈ വാല്യൂ ഓൾറെഡി പോസിറ്റീവ് ആണ്. ഇഫ് ഇറ്റ് ഇസ് ഓൾറെഡി പോസിറ്റീവ്, സാറേ നമ്മൾ നെഗറ്റീവ് സൈൻ ഇടണോ? ഇവിടെ നമ്മൾ നേരത്തെ കണ്ടു ഇതിവിടെ ഒരു നെഗറ്റീവ് സൈൻ ഇട്ടത്, അതേപോലെ ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ ഇടണോ? വേണ്ട, കാരണം P2 is greater than P1. അപ്പൊ P2 minus P1 is already positive. P2 minus P1 is already positive. It is already greater than 0. അപ്പൊ ഈ റേറ്റ് ഓൾറെഡി പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ് സാറേ. ഈ ഓൾറെഡി പോസിറ്റീവ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിനെ നമ്മൾ ഇനി എന്തിനാ വൃത്തികേടാക്കുന്നത് നെഗറ്റീവ് ഇട്ടിട്ട്? അപ്പൊ ഇറ്റ്സ് ഓൾറെഡി പോസിറ്റീവ്, ലെറ്റ് ഇറ്റ് ബി ലൈക്ക് ദാറ്റ്. അപ്പൊ ആവറേജ് റേറ്റ് വിത്ത് റെസ്പെക്ട് ടു പ്രോഡക്റ്റ് ഇസ് ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. വിത്ത് റെസ്പെക്ട് ടു റിയാക്ടന്റ് ഇസ് മൈനസ് ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി. ഇതാണ് വെണ്ടയ്ക്ക അക്ഷരത്തിൽ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. Average rate of a reaction is equal to minus delta R by delta T, which is equal to plus delta P by delta T. അത്രേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ ഇതിൽ ഒറ്റൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. എന്തുകൊണ്ട് ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ വന്നു? എന്തുകൊണ്ട് അവിടെ ഒരു നെഗറ്റീവ് സൈൻ വന്നു? ബിക്കോസ് ഡെൽറ്റ ആർ, മക്കളെ, ഡെൽറ്റ ആർ എന്നുള്ള ടേം ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് എ നെഗറ്റീവ് ടേം. അപ്പൊ കെമിസ്ട്രിയിലുള്ള കൺവെൻഷൻ എന്താണ്? പോസിറ്റീവ് റേറ്റ് ഷുഡ് ഓൾവേസ് ബി പോസിറ്റീവ്. ഈ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കാനാണ് ഇവിടെ ഒരു നെഗറ്റീവ് കൊടുത്തത്. ഓക്കെ, ജസ്റ്റ് കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഇനി അടുത്തത് ഞാൻ പറഞ്ഞു റേറ്റ് രണ്ട് തരമുണ്ട്. ആവറേജ് റേറ്റും ഉണ്ട്, ഇൻസ്റ്റന്റേനിയസ് റേറ്റും ഉണ്ട്. ആവറേജ് റേറ്റും ഉണ്ട്, ഇൻസ്റ്റന്റേനിയസ് റേറ്റും ഉണ്ട്. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് റിയാക്ഷന്റെ അർത്ഥം എന്താണ്? വാട്ട് ഇസ് ദ ഡെഫിനിഷൻ? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എയ്തർ റിയാക്ടൻസ് or products in a small time interval. ചെറിയൊരു ടൈം ഇന്റർവെല്. അതായത് നമ്മൾ നേരത്തെ ആവറേജ് റേറ്റ് കണ്ടപ്പോൾ ഒരു സാമാന്യം നല്ല സൈസുള്ള ഒരു ടൈം ഇന്റർവെൽ ആയിരുന്നു T1 to T2. ഇത് വളരെയധികം ചെറിയൊരു ടൈം ഇന്റർവെല്ലില് കോൺസെൻട്രേഷൻ എത്ര ചേഞ്ച് ചെയ്യുന്നു, ദാറ്റ് ഇസ് കോൾഡ് ആസ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. നിങ്ങളിത് ഫിസിക്സിലും പഠിച്ചിട്ടുണ്ട്, ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി, അല്ലേ? അല്ലേ മക്കളെ? അപ്പൊ നമ്മൾ ഇതിന്റെ ഡെറിവേഷൻ നോക്കുകയാണെങ്കിൽ, ഡെറിവേഷൻ അല്ല, ഇതിന്റെ ഒന്ന് ചകഞ്ഞെടുക്കുകയാണെങ്കിൽ, സപ്പോസ് നമ്മൾ ആ സെയിം റിയാക്ഷൻ എടുക്കുകയെന്ന് വിചാരിക്കുക. ആർ ഗിവിംഗ് യു പി, ആ സെയിം റിയാക്ഷൻ, എന്നിട്ട് ഞാൻ റിയാക്ടൻ വേഴ്സസ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ വേഴ്സസ് ടൈം, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ വേഴ്സസ് ടൈം ഒരു ഗ്രാഫ് വരയ്ക്കാന്ന് വിചാരിക്കുക. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ വേഴ്സസ് ടൈം. ഓക്കെ, നിങ്ങൾക്കറിയാം ഗ്രാഫിന്റെ ഷേപ്പ് ഏതാണ്ടത് ഇങ്ങനെ ഒരു അരിവാള് പോലെ, അല്ലേ? അല്ലെ? ഇനി ഞാനൊരു ടൈം ഇന്റർവെൽ എടുക്കുകയാണ്, രണ്ട് ടൈം ഇന്റർവെൽ എടുക്കുകയാണ്, T1 T2. ഈ T1 T2 എന്ന് പറയുന്ന സാമാന്യം നല്ല സൈസുള്ള ഒരു ടൈം ഇന്റർവെൽ ആണ്. Now imagine ഈ T2 എന്നുള്ളത് വളരെ വളരെ അധികം അടുത്തേക്ക് കൊണ്ടുവരുവാണ്. T1 വളരെ അധികം അടുത്തേക്ക് കൊണ്ടുവരുമ്പോ, അറ്റ്ലീസ്റ്റ് T1ന്റെ തൊട്ടടുത്തേക്ക് കൊണ്ടുവരുമ്പോ, we can represent the rate R instantaneous. R instantaneous is equal to minus delta R by delta T with delta T tending to zero എന്ന് പറയുമ്പോൾ ആ ടൈം ഇന്റർവെല്ലിനെ നമ്മൾ വളരെയധികം ചെറുതാക്കുകയാണ്. അങ്ങനെ വളരെയധികം ചെറുതാക്കുമ്പോഴാണ് നമുക്ക് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് കിട്ടുന്നത്. അങ്ങനെ വളരെയധികം ചെറുതാക്കുമ്പോൾ അത് ഗ്രാഫിക്കലി അങ്ങനെ വരുന്നത് കാണാം. വളരെയധികം ചെറുതാക്കുമ്പോൾ ഈ T2 എന്നുള്ളതിനെ വളരെയധികം അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ we actually get ഒരു ടാൻജന്റ്. നമുക്കൊരു ടാൻജന്റ് ഇവിടെ വരയ്ക്കാൻ പറ്റും. ആ ടാൻജന്റ് will make an angle theta with x-axis എന്ന് വിചാരിക്കുക. ആ theta, if you take the tan of that theta, ഈ tan theta ആയിരിക്കും അതതിന്റെ സ്ലോപ്പ്. ആ സ്ലോപ്പ് ആയിരിക്കും ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യണേലും നല്ലത്
ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യണേലും നല്ലത് നിങ്ങൾ പഠിച്ചു കാണും. ഇഫ് ഡെൽറ്റ ടി ഈസ് ടെൻഡിങ് ടു സീറോ, ഇഫ് ഡെൽറ്റ ടി ഈസ് ടെൻഡിങ് ടു സീറോ നിങ്ങൾ പഠിച്ചു കാണും, ആവറേജ് റേറ്റിനെ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ആക്കാൻ കഴിയും. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് നത്തിങ് ബട്ട് ഡിഫറൻഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് കോൺസെൻട്രേഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം മൈനസ് ഡി ആർ ബൈ ഡി ടി. മൈനസ് സൈൻ കളയല്ലേ മക്കളെ, അറിയാലോ മൈനസ് സൈൻ എന്തുകൊണ്ടാണുള്ളത്, മൊത്തത്തിൽ പോസിറ്റീവ് ആക്കാനുള്ളത്. Okay, so if delta t is tending to 0, we get minus dr by dt. That is basically slope of the curve at any given instant is the rate of the reaction. Slope of the curve, slope of the curve, slope of the curve at any given instant is the rate of the reaction. For example, നിങ്ങൾ പറയാം സാറ് നമുക്ക് ഇവിടുത്തെ റേറ്റ് ഒന്ന് കണ്ടുപിടിക്കണം, ഈ ഒരു പോയിന്റിലെ റേറ്റ്. ഈ ഒരു പോയിന്റിലെ റേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇവിടുത്തെ സ്ലോപ്പ് എടുക്കുക. Got it? കളർ ക്ലിയർ അല്ല എന്ന് തോന്നുന്നു. നിങ്ങൾ അവിടുത്തെ റേറ്റ് എടുക്കുക. ബേസിക്കലി ഈ ഒരു പോയിന്റില്, അതായത് നമുക്ക് ഇവിടുത്തെ ഒരു റേറ്റ് കണ്ടുപിടിക്കാന്ന് വിചാരിക്കുക. അറ്റ് ദിസ് ഇൻസ്റ്റന്റ് അവിടെ ഒരു ടാൻജന്റ് വരയ്ക്കുക. അതിന്റെ തീറ്റ എത്രയാന്ന് നോക്കുക. ആ തീറ്റയുടെ നമ്മളിപ്പോ തീറ്റ ഡാഷ് ഇടുകയെന്ന് വിചാരിക്കുക. ആ തീറ്റയുടെ ടാൻ തീറ്റ കണ്ടുപിടിക്കുക. അതായിരിക്കും സ്ലോപ്പ്, അതായിരിക്കും ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. ഓക്കെ, ഇത് ഞാൻ ഇവിടെ ഒരു മാജിക് കാണിച്ചു തരാം. നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചു കാണും. ഇഫ് തീറ്റ is greater than 90, tan theta is lesser than 0. If theta is greater than 90, tan theta is lesser than 0. അതുകൊണ്ട് മാത്രമാണ് tan theta is lesser than 0, അതായത് സ്ലോപ്പ് is lesser than 0. അതായത് ഇൻസ്റ്റന്റേനിയസ് റേറ്റിന്റെ മാഗ്നിറ്റ്യൂഡ് നോക്കുമ്പോൾ, അതായത് tan theta equal to slope is equal to instantaneous rate എന്നുള്ളത് you will get a negative value. ആ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കാനാണ് ഇവിടെ ഒരു മൈനസ് സൈൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ tan theta equal to slope equal to r instantaneous ഇങ്ങനെ എഴുതണേലും നല്ലത് നമുക്കിവിടെ ഒരു മൈനസ് സൈൻ കൊടുക്കാം. അതായത് tan theta equal to slope equal to minus r instantaneous. കാര്യം r instantaneous എപ്പോഴും ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. r instantaneous എപ്പോഴും ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. കാര്യം എന്താ, സ്ലോപ്പ് എടുക്കുമ്പോ we are getting a negative value. ആ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കാൻ we put a minus sign over here. So understand, നമ്മൾ tan theta അല്ലെങ്കിൽ സ്ലോപ്പ് എടുക്കുമ്പോൾ we get a negative value. പക്ഷെ ആ നെഗറ്റീവ് ആയിരിക്കാൻ പാടില്ല റേറ്റ്. കാരണം കെമിസ്ട്രിയിൽ കൺവെൻഷൻ ഉണ്ട്, റേറ്റ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം എന്നുള്ളത്. അതുകൊണ്ട് tan theta അല്ലെങ്കിൽ സ്ലോപ്പ് എടുക്കുമ്പോൾ നമുക്ക് മൈനസ് ഓഫ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ആണ് കിട്ടുന്നത്. tan theta അല്ലെങ്കിൽ സ്ലോപ്പ് എടുക്കുമ്പോൾ നമുക്ക് മൈനസ് ഓഫ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ആണ് കിട്ടുന്നത്. ആ മൈനസ് ഓഫ് ഇൻസ്റ്റന്റേനിയസ് റേറ്റിനെ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ആക്കാനായിട്ട് നമ്മളൊരു മൈനസ് ആഡ് ചെയ്യണം, അത്രേ ഉള്ളൂ. Get it? Tan theta equal to slope is equal to dr by dt. Okay, tan theta equal to slope is equal to dr by dt, which is nothing but minus r instantaneous. Tan theta equal to slope is equal to minus r instantaneous, which is dr by dt. പക്ഷേ നമ്മുടെ r instantaneous എന്താ? r instantaneous is minus dr by dt. എന്തിനാ സാറേ മൈനസ്? അത് മൊത്തത്തിൽ പോസിറ്റീവ് ആക്കാം, അത്രേ ഉള്ളൂ. So instantaneous rate, r instantaneous is always minus dr by dt. അത് മറക്കരുത്. അതിൽ dr by dt ആണ് tan theta, which is the slope, which is negative. ആ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കാനാണ് ഇവിടെ ഒരു മൈനസ് സൈൻ. ഓക്കെ, ഇനി ഇതേ ലോജിക്ക് തന്നെ നമുക്ക് പ്രോഡക്ട്സിലും യൂസ് ചെയ്യാം മക്കളെ.
ഇതേ ലോജിക്ക് തന്നെ നമുക്ക് പ്രോഡക്ട്സിലും യൂസ് ചെയ്യാം. എങ്ങനെ? ഇപ്പൊ ആർ ഗ്രേറ്റർ ആസ് എൻ ആർ ഗിവിംഗ് യു പ്രോഡക്ട്സ്, ആർ ഗിവിംഗ് യു പ്രോഡക്ട്സ്, നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ് വേഴ്സസ് ടൈം, രണ്ട് ടൈം ഇന്റർവെൽ എടുത്തെന്ന് വിചാരിക്കുക, രണ്ട് ടൈം ഇന്റർവെൽ T1 T2 എടുത്തെന്ന് വിചാരിക്കുക. ഓക്കെ, R instantaneous at any given time, R instantaneous at any given time is equal to delta of P divided by delta of T, where delta T tending to 0. അതായത് this can be written as dp divided by dt. മൈനസ് സൈൻ ആഡ് ചെയ്യണോ മക്കളെ? വേണ്ട, മൈനസ് സൈൻ വേണ്ട സാറേ, കാരണം ഓൾറെഡി പോസിറ്റീവായിട്ട് നന്നായിട്ട് ഇരിക്കുന്നുണ്ട് സാറേ, എന്തിനാണ് വെറുതെ മൈനസ് സൈൻ ആഡ് ചെയ്യണത്? അതായത് ബേസിക്കലി ഡെൽറ്റ ടി നമ്മൾ 0 ആക്കി കൊണ്ടുവരുന്നു. T1 to T2 ഗ്യാപ്, T2നെ നമ്മൾ അടുത്തേക്ക് കൊണ്ടുവരുന്നു. നമ്മളത് അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. അതായത് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് അറ്റ് T1, ഇൻസ്റ്റന്റേനിയസ് റേറ്റ് അറ്റ് T1 എങ്ങനെയാ? നമുക്കൊരു ടാൻജന്റ് വരയ്ക്കാൻ പറ്റും, അല്ലേ? അതായത് ഈ ഒരു ഇൻസ്റ്റന്റിൽ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ജസ്റ്റ് ഡ്രോ എ ടാൻജന്റ്. ആ ടാൻജന്റ് ലെറ്റ് ഇറ്റ് മേക്ക് ആൻ ആംഗിൾ ഓഫ് തീറ്റ. ആ തീറ്റ ടാൻ തീറ്റ എടുക്കുകയാണെങ്കിൽ that will be the slope, and that slope is equal to dp by dt. That slope is nothing but dp by dt, and because it's already positive, അത് ഓൾറെഡി പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്കത് r ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് കാണാം. റിയാക്ടന്റിന്റെ കാര്യത്തില് സ്ലോപ്പ് നെഗറ്റീവ് ആയിരുന്നു. നെഗറ്റീവ് ആയതുകൊണ്ട് ആ നെഗറ്റീവിനെ നമ്മളൊരു നെഗറ്റീവ് കൂടി ചേർത്ത് പോസിറ്റീവ് ആക്കുന്നു. അതാണ് കൺവെൻഷൻ. പ്രോഡക്റ്റിന്റെ കാര്യത്തിൽ ആർ ഇൻസ്റ്റന്റേനിയസ് വിത്ത് റെസ്പെക്ട് ടു പ്രോഡക്റ്റ് ആണെങ്കിൽ ഇറ്റ്സ് ഓൾറെഡി പോസിറ്റീവ്. നമ്മളിനി കൂടുതൽ വഷളാക്കാൻ നിൽക്കണ്ട. മനസ്സിലായോ? അപ്പൊ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് റിയാക്ഷൻ ഇസ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് either reactants or products in a small time interval. വളരെ ചെറിയൊരു ടൈം ഇന്റർവെല്ലില് ഉള്ള ചേഞ്ച് ആണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. ഓക്കെ, നിങ്ങൾ കണ്ടോ? മൈനസ് ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി, where delta t tending to 0, which can be written as minus dr by dt. പ്രോഡക്ട്സിന്റെ കാര്യത്തിലാണെങ്കിൽ പ്രോഡക്ട്സിന്റെ രീതിയിൽ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി, where delta t is tending to 0, that is equal to dp by dt. ഓക്കെ, അപ്പൊ കൺക്ലൂഷൻ എന്താ? ആർ ഇൻസ്റ്റന്റേനിയസ് is equal to minus dr by dt or dp by dt. minus dr by dt or dp by dt. ഓക്കെ മക്കളെ, മനസ്സിലായോ? എനിക്കറിയാം നിങ്ങളുടെ മനസ്സിൽ ചെറിയ ഓരോ ഡൗട്ടുകൾ ഉണ്ടാവും. ഇപ്പൊ സാറേ എല്ലാ സമയത്തും സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യൻസ് സെയിം ആയിരിക്കും? എല്ലാ സമയവും റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ആർ ഗിവിംഗ് യു പ്രോഡക്ട്സ് അങ്ങനെ ആയിരിക്കും? സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യൻസ് ഡിഫറെന്റ് ആയിക്കൂടെ? അതായത് ഞാനിപ്പോ തന്ന എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ആർ ഗിവിംഗ് യു പി അല്ലെ? അതായത് 1r is giving you 1p. സാറി പറഞ്ഞ ഇക്വേഷൻ അത് എപ്പോഴും സെയിം ആയിരിക്കും. അതായത് മൈനസ് ഡി ആർ ബൈ ഡി ടി ഈക്വൽ ഡി പി ബൈ ഡി ടി തന്നെയായിരിക്കും എല്ലാ ഇക്വേഷനും. നമുക്ക് നോക്കാം. അതിനായിട്ട് ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ നെക്സ്റ്റ് ടോപ്പിക്, which is rate of reaction as per stoichiometry. Rate of reaction as per stoichiometry. ഈ rate of reaction as per stoichiometry മനസ്സിലാവാനായിട്ട് ഞാൻ നിങ്ങൾക്ക് രണ്ട് പുതിയ ടേംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാം. അപ്പൊ നിങ്ങൾ വിചാരിക്കും സാറേ ഓൾറെഡി കുറെ ടേംസ് ആയി സാറേ, മതിയായി സാറേ. വെയിറ്റ് ചെയ്യും മക്കളെ, രണ്ട് വളരെ ഇമ്പോർട്ടന്റ് ടേംസ് ആണ്. അതായത് സപ്പോസ് നമുക്കൊരു ഇക്വേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക, N1A plus N2B, N1A plus N2B giving you N3C plus N4D. Okay, ഇതിൽ A, B reactants ആണ്, C, D products ആണ്, N1, N2, N3, N4 stoichiometric coefficients ആണ്. I am going to introduce a term. ഞാനൊരു പുതിയ ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. എല്ലാവരും നോക്കിക്കോ. Rate of disappearance
rate of disappearance of A is equal to, I'll just represent it as ROA. ROD disappearance ROD of A is equal to minus dA by dt. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സാർ ഇതെന്തത് പുതിയൊരു ഐറ്റം. Rate of disappearance of A is ROD of A is minus dA by dt. Obviously, rate of disappearance ആ പേര് കേട്ടാൽ തന്നെ അറിയാം. A is a reactant. A ഒരു reactant ആണ്. റിയാക്ഷൻ കൂടും തോറും, അതായത് റിയാക്ഷൻ പോകും തോറും, ടൈം മുന്നേറും തോറും എയുടെ കോൺസെൻട്രേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എ ഡിസപ്പിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. എ മാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. That disappearance rate, the speed with which A is disappearing, is minus dA by dt, obviously. അല്ലേ? അപ്പൊ നിങ്ങൾ വിചാരിക്കും സാറേ അപ്പൊ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്താ സാറേ? റേറ്റ് ഓഫ് റിയാക്ഷനും ഇതും സെയിം ആയിരിക്കുമോ? പറഞ്ഞുതരാം, ജസ്റ്റ് വെയിറ്റ്. ഇത് നമുക്ക് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ബി, റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ബി എന്തായിരിക്കും മക്കളെ? ഇറ്റ് വിൽ ബി മൈനസ് dB by dt. മൈനസ് സൈൻ എന്തിനാന്ന് അറിയാലോ? ഞാൻ ഇഷ്ടംപോലെ പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തു. മൈനസ് സൈൻ ഇസ് ടു മേക്ക് തിങ്സ് പോസിറ്റീവ്. റിയാക്ടൻസ് ആയതുകൊണ്ട് dA by dt മാത്രം എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ dB by dt മാത്രം എടുക്കുകയാണെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും. ആ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കാനാണ് മൈനസ് സൈൻ ഇട്ടത്. ഓക്കെ, ഇനി അടുത്തത് റേറ്റ് ഓഫ് അപ്പിയറൻസ് of C. Rate of appearance of C ഞാൻ ROA of C എന്നിടാം. ROA of C is dC by dt. ഇവിടെ മൈനസ് സൈൻ വേണ്ട. എന്തുകൊണ്ട്? അത് പ്രോഡക്റ്റ് ആണ്. സി എന്നുള്ളത് പ്രോഡക്റ്റ് ആണ്. ഓൾറെഡി dC by dt പോസിറ്റീവ് ആയിരിക്കും. റേറ്റ് ഓഫ് അപ്പിയറൻസ് എന്നുള്ള പേര് എന്തുകൊണ്ട് ഇട്ടത്? Because products are appearing, മക്കളെ. Products are getting formed. അതുകൊണ്ട് അത് ഓൾറെഡി പോസിറ്റീവ് ആണ്. നമ്മൾ മൈനസ് സൈൻ ആഡ് ചെയ്യണ്ട. Got it? അതേപോലെ തന്നെ റേറ്റ് ഓഫ് അപ്പിയറൻസ് of D. Rate of appearance of D. ROA of D is equal to DD by dt. D product ആണ്. Rate of appearance of D is DD by dt. നെഗറ്റീവ് സൈൻ ഇടേണ്ട ആവശ്യമില്ല, ഓൾറെഡി പോസിറ്റീവ് ആണ്. ഇനിയാണ് കളി. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന സാർ ഇതൊക്കെ നിൽക്കട്ടെ, നമ്മൾ റേറ്റ് ഓഫ് റിയാക്ഷൻ വെച്ചിട്ടാണ് തുടങ്ങിയത്. ഇപ്പൊ സാറ് പറഞ്ഞു റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് എ, rate of disappearance of A, rate of disappearance of B, rate of appearance of C, rate of appearance of D. ഇനി ആരെങ്കിലും നിങ്ങളോട് റേറ്റ് ഓഫ് റിയാക്ഷൻ ചോദിക്കുകയാണെങ്കിലോ, ഇവിടെ ഇതേ റിയാക്ഷന്റെ റേറ്റ് ഓഫ് റിയാക്ഷന്റെ എക്സ്പ്രഷൻ എന്തായിരിക്കും മക്കളെ? റേറ്റ് ഓഫ് റിയാക്ഷന്റെ എക്സ്പ്രഷൻ എന്തായിരിക്കും? ഇവിടെ റേറ്റ് ഓഫ് റിയാക്ഷന്റെ എക്സ്പ്രഷൻ എന്തായിരിക്കും മക്കളെ? റേറ്റ് ഓഫ് റിയാക്ഷൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് പേര് പറയും സാറേ ഞാൻ ഇതിന് വോട്ട് ചെയ്യണം മൈനസ് dA by dt. അതായിരിക്കും റേറ്റ് ഓഫ് റിയാക്ഷൻ. അതായത് നിങ്ങൾ പറയും R is equal to rate of reaction is equal to minus dA by dt. അപ്പൊ കുറച്ച് പേര് പറയും ഇല്ല സാറേ എനിക്ക് B ആണ് ഇഷ്ടം, ഇതായിരിക്കും സാറേ. അപ്പൊ കുറച്ച് പേര് പറയും ഇല്ല സാറേ എനിക്ക് dC by dt ആണ് ഇഷ്ടപ്പെട്ടത്, കുറച്ചുകൂടി കാണാൻ നല്ല ചന്തമുള്ളത് C ആണ്, C for chemistry, അതുകൊണ്ട് dC by dt. അപ്പൊ കുറച്ച് പേര് ഇല്ല സാറേ dD by dt ആണ്. അപ്പൊ വേറെ കുറച്ച് പേര് ഇല്ല സാറേ ഇതിലെല്ലാം ഈക്വൽ ആണ്, മൈനസ് dA by dt, മൈനസ് dB by dt, dC by dt, dD by dt എല്ലാം ഈക്വൽ ആണ്. അപ്പൊ എന്ത് വേണമെങ്കിലും എടുക്കാം. റേറ്റ് ഓഫ് റിയാക്ഷൻ ക്യാൻ ബി this or this. അങ്ങനെയും കുറച്ച് പേര് പറയും. പക്ഷെ സത്യാവസ്ഥ എന്താന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ മൈനസ് dA by dt, മൈനസ് dB by dt, dC by dt, dD by dt ഇതെല്ലാം
ഒന്നാവണമെന്ന്, ഇതെല്ലാം സെയിം ആവണമെന്ന്, ഇതെല്ലാം ഈക്വൽ ആണെന്ന് എവിടെയും എഴുതി വെച്ചിട്ടില്ല. They need not be equal. They can be different. And if they are different, which among this will represent rate of reaction? ഞാൻ ഒന്നുകൂടി പറയാം, ഇതെല്ലാം ഈക്വൽ ആവണമെന്നില്ല മക്കളെ. അതെല്ലാം ഈക്വൽ അല്ലെങ്കിൽ ഇതിൽ ഏത് ടേം എടുക്കും നിങ്ങൾ റേറ്റ് ഓഫ് റിയാക്ഷൻ റെപ്രസെന്റ് ചെയ്യാനായിട്ട്? അതിനായിട്ട് മക്കളെ ഞാൻ നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്, അതായത് ഇത് കുറച്ചും കൂടി ഒന്ന് കാര്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു ചെറിയ റിയാക്ഷൻ എടുക്കാം. 2A plus B giving you C. ഇങ്ങനെ ഒരു ചെറിയ റിയാക്ഷൻ എടുത്തു എന്ന് വിചാരിക്കുക. 2A plus B giving you C. ഓക്കെ, അപ്പൊ ഇതിന് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് A, റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് A എന്താ മക്കളെ? മൈനസ് DA by dt. ഓക്കെ, ഫൈൻ. റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് B എന്താ മക്കളെ? റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് B എന്താ മക്കളെ? മൈനസ് DB by dt. അല്ല, റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് C എന്താ മക്കളെ? റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് C എന്താ മക്കളെ? DC by dt. അപ്പൊ ഞാൻ എന്താ പ്രൂവ് ചെയ്യാൻ പോണത്? ഇത് മൂന്നും സെയിം ആവണമെന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഇത് മൂന്നും സെയിം ആവണമെന്നില്ല. സെയിം ആവാതിരിക്കാൻ, അതാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യാൻ പോണത്. വളരെ സിമ്പിൾ ലോജിക് ആണ്. റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് A is minus DA by dt. റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് B is minus DB by dt. നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ കെമിക്കൽ റിയാക്ഷൻ. എല്ലാ കെമിക്കൽ റിയാക്ഷനും നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരും. മല്ലനും മാധവന്റെയും കഥ അല്ലെ? മല്ലനും മാധവന്റെയും കഥ വളരെ പഴയൊരു കഥയാണ്. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ അമ്മയോട് അച്ഛനോട് ചോദിച്ചു നോക്കൂ. ആ കഥയല്ല ഇത്, ഈ കഥ വേറെയാണ്. എവറി റിയാക്ഷൻ ടെൽസ് യു എ സ്റ്റോറി. ഇവിടുത്തെ സ്റ്റോറി എന്താണ്? എവറി ടൈം 2 moles ഓഫ് A is consumed, 1 mole of B is consumed. Every time 2 moles of A is consumed, 1 mole of B is consumed. അതിന്റെ അർത്ഥം എന്താണ് മക്കളെ? അതായത് എല്ലാ നിമിഷവും 2 mole of A കൺസ്യൂം ആവുമ്പോൾ ഒറ്റ മോൾ ഓഫ് B കൺസ്യൂം ആവുന്നുള്ളൂ. അതായത് 2 മോൾ ഓഫ് A ഡിസപ്പിയർ ആവുമ്പോൾ ഒറ്റ മോൾ ഓഫ് B ഡിസപ്പിയർ ആവുള്ളൂ. ഇവിടെ 2 എണ്ണം കുറയുമ്പോൾ ഇവിടെ ഒരെണ്ണേ കുറയുള്ളൂ. അപ്പൊ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് A, ഒരു സിമ്പിൾ ലോജിക്കിൽ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് A, ഡോണ്ട് യു തിങ്ക് ഇറ്റ്സ് ട്വൈസ് ദ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് B? അതായത് ബി ഡിസപ്പിയർ ചെയ്യണ സ്പീഡിന്റെ ഡബിൾ സ്പീഡിലാണ് A ഡിസപ്പിയർ ആവുന്നത്. അപ്പൊ ഒബ്വിയസ്ലി മൈനസ് DA by dt is not equal to minus DB by dt. അല്ലെ? A ഡിസപ്പിയർ ആണ് സ്പീഡിന്റെ പകുതി സ്പീഡിലാണ് B ഡിസപ്പിയർ ആവുന്നത്. A 2 എണ്ണം കുറയുമ്പോ B ഒരെണ്ണേ കുറയുള്ളൂ അല്ലെ? അപ്പൊ 2 ഈക്വൽ അല്ല. ഇനി സിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ A 2 എണ്ണം കുറയുമ്പോ ഒരൊറ്റ CA പൊന്തി വരുന്നുള്ളൂ, ഒരൊറ്റ CA അപ്പിയർ ആവണുള്ളൂ. A 2 എണ്ണം ഡിസപ്പിയർ ആവുമ്പോ മക്കളെ ഒരൊറ്റ CA അപ്പിയർ ആവുള്ളൂ. അപ്പൊ ഒബ്വിയസ്ലി minus DA by dt is not equal to DC by dt. അത് ഈക്വൽ അല്ല. ഇനി DB by dt DC by dt നോക്കുമ്പോ അത് 2 ഈക്വൽ ആയിരിക്കും. കാര്യം എന്താ? ഇവിടെ ഒരു B കുറയുമ്പോ അവിടെ ഒരു C പൊങ്ങും. ഇവിടെ B കുറയുമ്പോ അവിടെ C ഒരെണ്ണം പൊങ്ങും. ഇവിടെ ഒരു B കുറയുമ്പോ അവിടെ ഒരു C പൊങ്ങും. അതിന്റെ അർത്ഥം എന്താ? റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് B minus DB by dt is equal to DC by dt. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാൽ, അങ്ങനെയാണ് പാലാരിവട്ടം പാലം ഉണ്ടായത് അല്ലെ? ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാൽ, ഈ ഡിസപ്പിയറൻസ് വാല്യൂസും റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് റിയാക്ടൻസ്, റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് പ്രോഡക്ട്സ്, they can be equal or they
might not be equal also. They might be equal, they might not be equal. അതായത് സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യൻസ് ഡിഫറെന്റ് ആണെങ്കിൽ 2ഉം 1ഉം അവരുടെ റേറ്റ്സ് എന്തായാലും ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, എന്നാൽ സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യൻസ് സെയിം ആണെങ്കിൽ അവരുടെ റേറ്റ്സ് എന്തായാലും സെയിം ആയിരിക്കും. അതിപ്പോ ഡിസപ്പിയറൻസസ് ആയിക്കോട്ടെ, അപ്പിയറൻസസ് ആയിക്കോട്ടെ. അതുകൊണ്ടാണ് സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യൻ സെയിം ആയ ബിയിലും സിയിലും റേറ്റ്സ് സെയിം ആയത്. സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യൻസ് ഡിഫറെന്റ് ആയ എനും ബിനും അല്ലെങ്കിൽ എനും സിനും റേറ്റ്സ് ഡിഫറെന്റ് ആണ്. ഓക്കെ, മനസ്സിലായോ മക്കളെ? അപ്പൊ ഇനി എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കണം. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു റിയാക്ഷൻ എടുക്കുകയാണ്. N1A plus N2B giving you N3C plus N4D. ഇങ്ങനെ ഒരു റിയാക്ഷന്റെ റേറ്റ് ചോദിക്കുകയാണെന്ന് വിചാരിക്കും. ഇങ്ങനെ ഒരു റിയാക്ഷന്റെ റേറ്റ് ചോദിക്കുകയാണെന്ന് വിചാരിക്കാം. നമുക്ക് -dA/dt എന്ന് പറയാൻ പറ്റുമോ? റേറ്റ് ഓഫ് റിയാക്ഷൻ നമുക്ക് -dA/dt എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാര്യം എന്താ? -dA/dt -dB/dt dC/dt പിന്നെ dD/dt ഇതൊന്നും സെയിം ആവണമെന്നില്ല മക്കളെ. ഇതൊന്നും സെയിം ആവണമെന്നില്ല. അപ്പൊ ഞാൻ റേറ്റ് ഓഫ് റിയാക്ഷൻ നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങൾ പറയാണ് -dA/dt എടുത്താൽ മതി സാറേ. അപ്പൊ ബിന് വിഷമാവില്ലേ? സിന് വിഷമാവില്ലേ? ഡിന് വിഷമാവില്ലേ? അപ്പൊ കുറച്ച് പേര് പറയും ബി എടുത്താൽ മതി സാറേ -dB/dt. അപ്പൊ സിന് വിഷമാവില്ലേ? ഡിന് വിഷമാവില്ലേ? എന് വിഷമാവില്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? മറ്റേത് കളിക്കില്ല, അണ്ടക്ക മുണ്ടക്ക ഡാമ ഡീമ ഡസ്കനക്ക കോക്കനക്ക, അല്ലെ? അതല്ല മക്കളെ. സോ ദർ ഇസ് എ ലോജിക് ഫോർ ദിസ്. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ N1A plus N2B giving you N3C plus N4D, ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ is expressed as R is equal to -dA/N1dt അല്ലെങ്കിൽ -1/N1dA/dt, which is equal to -1/N2dB/dt, which is equal to as in 1/N3 dC/dt, which is equal to 1/N4 dd/dt. അതായത് വളരെ സിമ്പിൾ ആണ് മക്കളെ. റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ചോദിക്കുകയാണെങ്കിൽ if you want to express rate of the reaction in terms of A, it is -dA/dt divided by stoichiometric coefficient of A, which is equal to -dB/dt divided by stoichiometric coefficient of B, which is equal to dC/dt divided by stoichiometric coefficient of C, which is equal to dD/dt divided by stoichiometric coefficient of D. അതായത് നിങ്ങൾ rate of disappearances and rate of appearances, if you divide it by stoichiometric coefficient, അതായത് -dA/dt എന്ന് വെച്ചാൽ എന്താ? റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എ. അതിനെ നിങ്ങൾ N1 വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ, സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യന്റ് ഓഫ് എ വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ, റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ബി അതിനെ നിങ്ങൾ സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യന്റ് ഓഫ് ബി വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അത് രണ്ടും ഈക്വൽ ആയിരിക്കും. നമ്മുടെ പ്രശ്നം എന്തായിരുന്നു? ഈ N1 N2 ഇവിടെ ഇല്ലെങ്കിൽ -dA/dt -dB/dt സെയിം ആവണമെന്നില്ല. അപ്പൊ റേറ്റിന് നമുക്ക് ഒരിക്കലും ഈ വാല്യൂ കൊടുക്കാൻ പറ്റില്ല, രണ്ടും രണ്ടായിരിക്കും. പക്ഷെ മാത്തമാറ്റിക്കലി നോക്കുകയാണെങ്കിൽ നമ്മൾ N1ഉം N2ഉം ഇടുകയാണെങ്കിൽ രണ്ടും സെയിം ആയിരിക്കും. അല്ലെങ്കിൽ പ്രോഡക്റ്റിന്റെ രീതിയിലാണെങ്കിൽ അതിന്റെ സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യന്റ് വെച്ച് ഡിവൈഡ് ചെയ്യാം. ഞാൻ സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ തരാം. നമ്മൾ നേരത്തെ എടുത്ത എക്സാമ്പിൾ ഇല്ലേ, 2A plus B giving you C. ഇവിടെ റേറ്റ് ഓഫ് റിയാക്ഷൻ ചോദിക്കുകയാണെങ്കിൽ what will I say? I'll say that it's -dA/2dt, which is equal to, ഇനി ബിയുടെ ടേംസിലാണ് പറയണമെങ്കിൽ -dB/1dt, because stoichiometric coefficient എത്രയാ? 1. ഇനി സിയുടെ ടേംസിലാണ് പറയണമെങ്കിൽ dC/dt.
ഇവിടെ സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യന്റ് 1 ആണ്. ഓക്കെ, ഞാൻ വേറെ സൂത്രം കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ ഇത് രണ്ടും മാത്രം എടുക്കുക എന്ന് വിചാരിക്കാം. മൈനസ് ഡി എ ബൈ ഡി ടി മൈനസ് ഡി എ ബൈ 2 ഡി ടി. നമുക്ക് ഓൾറെഡി അറിയാം ഇറ്റ് ഇസ് മൈനസ് ഡി ബി ബൈ ഡി ടി. എനിക്കറിയാം കുറച്ച് പേരെങ്കിലും വിചാരിക്കേണ്ടാവും സാർ ഇത് എങ്ങനെയാണ് ഇത് ഈക്വൽ ആയത്. ലോജിക്കലി നോക്ക് മക്കളെ, ഈ 2 നിങ്ങൾ അപ്പുറത്തെ സൈഡിലേക്ക് എടുത്തു. ഈ 2 നിങ്ങൾ അപ്പുറത്തെ സൈഡിലേക്ക് എടുക്കുകയാണെങ്കിൽ it becomes 2 minus 2 into dB by dt minus 2 into dB by dt. അത് നമുക്ക് ഓൾറെഡി അറിയാം. അതായത് റേറ്റ് ഓഫ് മൈനസ് ഡി എ ബൈ ഡി ടി എന്താ? റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എ. റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എ is 2 times rate of disappearance of b. നമ്മൾ ഓൾറെഡി ലോജിക്കലി അത് എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നു. 2a നമ്മൾ 2a ഡിസപ്പിയർ ചെയ്യുമ്പോൾ ഒറ്റ ബി എ ഡിസപ്പിയർ ചെയ്യണുള്ളൂ. 2a ഡിസപ്പിയർ ചെയ്യുമ്പോൾ ഒറ്റ ബി എ ഡിസപ്പിയർ ചെയ്യണുള്ളൂ. അതായത് സ്പീഡ് ഓർ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എ is 2 times rate of disappearance of b. അല്ല മക്കളെ, ശരിയാണോ മക്കളെ? അപ്പൊ ബേസിക്കലി ഏത് റിയാക്ഷനും നമ്മള് ആ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസോ അല്ലെങ്കിൽ റേറ്റ് ഓഫ് അപ്പിയറൻസസോ ഏതൊരു റിയാക്ഷനും റേറ്റ് ഓഫ് ഡിസപ്പിയറൻസസോ അല്ലെങ്കിൽ റേറ്റ് ഓഫ് അപ്പിയറൻസസോ സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ദേ വിൽ ബി സെയിം. ഒന്നുകൂടി പറയാം, ഏത് റിയാക്ഷനും റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് റിയാക്ടൻസും റേറ്റ് ഓഫ് അപ്പിയറൻസസ് ഓഫ് പ്രോഡക്ട്സും സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ വാല്യൂസ് സെയിം ആയിരിക്കും. അത് നമുക്ക് റേറ്റ് ഓഫ് റിയാക്ഷൻ ആയിട്ട് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ഫൈൻ. അതാണപ്പ കഥ. ഇനി നമുക്ക് ഫോർ എ ഹോമോജീനസ് ഗേഷ്യസ് ഫേസ് റിയാക്ഷൻ. ഈ ഹോമോജീനസ് ഗേഷ്യസ് ഫേസ് റിയാക്ഷൻ എന്താ സാറേ? ഹോമോജീനസ് ഗേഷ്യസ് ഫേസ് റിയാക്ഷൻ എന്ന് വെച്ചാൽ ഒരു റിയാക്ഷനില് റിയാക്ടൻസും പ്രോഡക്ട്സും ഗേഷ്യസ് ഫേസിലാണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ റേറ്റ് ഓഫ് റിയാക്ഷൻ നമ്മൾ കോൺസെൻട്രേഷൻ എടുക്കുന്നതിന് പകരം പ്രഷർ ആണ് ഇവിടെ എടുക്കുന്നത്. ഗേഷ്യസ് ഫേസ് റിയാക്ഷനിൽ നമ്മൾ കോൺസെൻട്രേഷൻ എടുക്കുന്നതിന് പകരം പ്രഷർ ആണ് എടുക്കുന്നത്. അതായത് R is equal to minus dPA by N1 or dPA by dt divided by N1, which is equal to minus dPB by dt divided by N2, which is equal to dPC by dt divided by N3, which is equal to dPD by dt divided by N4. അപ്പൊ നിങ്ങൾ വിചാരിക്കും സാറേ അപ്പൊ കോൺസെൻട്രേഷൻ സാർ ഇത്രയും നേരം റേറ്റിനെ കോൺസെൻട്രേഷൻ വെച്ചിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്യണത്. സാർ ഇപ്പൊ പറയുന്നത് പ്രഷറാണ്. ഞാൻ പറയാം മക്കളെ, അതായത് നിങ്ങൾ ഐഡിയൽ ഗ്യാസ് ലോ പഠിച്ചിട്ടില്ലേ? എന്തായാലും പഠിച്ചിട്ടുണ്ടാവും. പഠിക്കാത്തവര് നേരെ ലോറി എടുത്ത് 11ാം ക്ലാസ്സിലേക്ക് ഇല്ല, അവിടെ പഠിച്ചിട്ട് വരാം. ഓക്കെ, ഐഡിയൽ ഗ്യാസ് ലോ എന്താ പറയണേ? പി വി ഈസ് ഈക്വൽ ടു NRT മക്കളെ. പി വി ഈക്വൽ ടു NRT. അതിൽ വി നമ്മൾ അപ്പുറത്തെ സൈഡിൽ എടുക്കുകയാണെങ്കിൽ പി ഈസ് ഈക്വൽ ടു N/V/RT അല്ലെ മക്കളെ? ഈ N/V എന്താ മക്കളെ? N/V ഈസ് നത്തിങ് ബട്ട് മൊളാരിറ്റി അല്ലെ? അപ്പൊ ബേസിക്കലി നമ്മൾ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെക്കുകയാണെങ്കിൽ R എന്തായാലും ഒരു കോൺസ്റ്റന്റ് ആണ്. നമ്മൾ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെക്കുകയാണെങ്കിൽ R എന്തായാലും ഒരു കോൺസ്റ്റന്റ് ആണ്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെക്കുകയാണെങ്കിൽ പ്രഷർ is directly proportional to molarity. Pressure is directly proportional to molarity. Molarity എന്ന് പറഞ്ഞാൽ എന്താ? കോൺസെൻട്രേഷൻ. ഓക്കെ, സ്ക്വയർ ബ്രാക്കറ്റ്. അപ്പൊ പ്രഷർ is directly proportional to molarity. കോൺസെൻട്രേഷൻ കൂടുന്നു, പ്രഷർ കൂടുന്നു. പ്രഷർ കുറയുന്നു, കോൺസെൻട്രേഷൻ കുറയുന്നു. അപ്പൊ ബേസിക്കലി ഗേഷ്യസ് റിയാക്ഷൻസിന്റെ കാര്യത്തില് മക്കളെ നമുക്ക് റേറ്റ് ഓഫ് റിയാക്ഷൻ പ്രഷർ വെച്ചും എക്സ്പ്രസ് ചെയ്യാം. അതായത് പ്രഷർ കൂടുന്നു, അതായത് റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ കുറയുന്നു അല്ലെ? ടൈം കൂടുന്തോറും റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ കുറയുന്നു, അപ്പൊ പ്രഷറും കുറയുന്നു. അപ്പൊ ചേഞ്ച് ഇൻ പ്രഷർ ഓവർ ടൈമും നമുക്ക് മെഷർ ചെയ്യാം. പ്രോഡക്ട്സിന്റെ കാര്യത്തിലോ ടൈം കൂടുന്തോറും പ്രോഡക്ട്സിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നു, അപ്പൊ പ്രഷറും കൂടുന്നു. അപ്പൊ ചേഞ്ച് ഇൻ പ്രഷർ ഓവർ ടൈം നമുക്ക് എടുക്കാം അല്ല മക്കളെ? ഫൈൻ. അപ്പൊ നിങ്ങൾ പറയും സാറേ നമുക്ക് കോൺസെൻട്രേഷൻ വെച്ചിട്ട് മെഷർ ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഗേഷ്യസ് റിയാക്ഷൻ നമ്മൾ എപ്പോഴും പ്രഷർ തന്നെ എടുക്കണം എന്നുണ്ടോ? ഒരു നിർബന്ധമില്ല, നമുക്ക് കോൺസെൻട്രേഷനും വെച്ചിട്ട് മെഷർ ചെയ്യാം. അതായത്
rate of reaction with respect to pressure rate of reaction are with respect to concentration. Square bracket with respect to concentration minus d concentration of A by N1 dt, which is equal to minus d concentration of B divided by N2 dt, which is equal to d concentration of C divided by N3 dt, which is equal to d concentration of D divided by N4 dt. This is rate of reaction with respect to pressure, this is rate of reaction with respect to concentration. That is C RC. This is RP, rate of reaction with respect to pressure. This is rate of reaction with respect to concentration. Okay. Okay, baby. Just say the dialogue. Now, this is rate. Now, we will say, is this equal? Is this equal? Equal IQ. Equal ano? നമുക്ക് already അറിയാം PV is equal to nRT. PV equal to nRT. അല്ല മക്കളെ P is equal to N by VRT. അല്ലേ അപ്പോൾ pressure is equal to concentration. M എന്ന് വെച്ചാൽ concentration ആക്കി വെക്കുകയാണ്. molarity MRT. അല്ലേ അപ്പോൾ നമ്മൾ dP by dt എടുക്കുകയാണെങ്കിൽ dP by dt is nothing but RT constant ആണ്. RT ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ് is nothing but dm by dt. dm by dt എന്ന് വെച്ചാൽ concentration. Okay, dm by dt. അപ്പോൾ dP by dt is equal to RT dm by dt. dP by dt is equal to RT dm by dt. അതായത് N1A gas plus N2B gas giving you N3C gas plus N4D gas. This rate with respect to pressure minus dPA by dt divided by N1 dt, which is equal to minus dPB divided by N2 dt, which is equal to dPC divided by N3 dt, which is equal to dPD divided by N4 dt. ഇനി dP by dt എത്രയാ? dP by dt is RT dm by dt. അതായത് this can also be written as minus RT dm or basically concentration. Concentration എന്താണ് മക്കളെ? dm എന്നുള്ളത് നമുക്ക് ഇവിടെ actual concentration ആയിട്ട് എഴുതാം. dm എന്നുള്ളത് d of concentration of A divided by dt. അതായത് N1 dt എന്ന് എഴുതാം. Okay? Yes or no? അപ്പോൾ RP is equal to minus dPA by N1 dt, which is equal to minus RT dA by N1 dt. ഇനി ഈ RT പുറത്തെടുക്കുകയാണെങ്കിൽ minus dA by N1 dt എന്താ? minus dA by N1 dt എന്താ മക്കളെ? എന്താണ് മക്കളെ? minus dA by N1 dt is rate with respect to concentration. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാം this is nothing but RT into rate with respect to concentration. ഞാൻ ബാക്കി എല്ലാ ഫോമും എഴുതണല്ലോ. ഇപ്പൊ എല്ലാത്തിന്റെയും കാര്യം ഇങ്ങനെ തന്നെയായിരിക്കും. minus RT into dB by N2 dt. Okay, because ultimately idum minus dB by N2 dt എന്താ? minus dB by N2 dt എന്താ? RC. അപ്പോൾ rate with respect to pressure is RT into rate with respect to concentration. Beautiful relation ആണ്. Questions ഉപയോഗിക്കാം മക്കളെ.
ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ് ഇവിടെ. ടെമ്പറേച്ചർ ഇവിടെ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ ഫൈൻ. PV equal to nRT, pressure is equal to N by VRT, P is equal to MRT, dP by dt എന്താണ്? RT പുറത്തെടുക്കുക, കോൺസ്റ്റന്റ് ആണ്. dP by dt is equal to RT dm by dt. dm എന്ന് വെച്ചാൽ മൊളാരിറ്റി ആണ് മക്കളെ. m എന്ന് വെച്ചാൽ മോളാർ മാസ് ആണെന്ന് പറഞ്ഞ ആളെ ഞാൻ പിടിച്ച് ജയിലിടും. ഓക്കെ, m is nothing but molarity. Okay, m molarity ആണ് മക്കളെ, മറക്കരുത്, molarity. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ ഇക്വേഷൻ എടുത്തപ്പോൾ RP റേറ്റ് വിത്ത് റെസ്പെക്ട് ടു പ്രഷർ minus dPA by N1 dt is equal to dPB by N2 dt is equal to dPC by N3 dt is equal to dPD by N4 dt. അതെവിടെ നിന്ന് കിട്ടി എനിക്ക്? അതെവിടെ നിന്ന് കിട്ടി? അതിൽ dPA by dt is what? RT into dm by dt. അതായത് RT into m ന് പകരം കോൺസെൻട്രേഷൻ, m is concentration. അപ്പൊ m ന് പകരം ഞാൻ dA by dt നിട്ടു. അതായത് dm by dt എന്നുള്ളത് dA by dt നിട്ടു, അത്രേ ഉള്ളൂ. dm by dt എന്നുള്ളത് dA by dt നിട്ടു. Got it? അപ്പൊ dA minus dA by n1 dt എന്താ? Minus dA by n1 dt എന്താ? Rate with respect to concentration. So rate with respect to pressure is equal to RT into rate with respect to concentration. അതായത് ചില ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് റേറ്റ് വിത്ത് റെസ്പെക്ട് ടു പ്രഷർ കൊണ്ട് ചോദിക്കും, ചില ക്വസ്റ്റ്യനിൽ റേറ്റ് വിത്ത് റെസ്പെക്ട് ടു കോൺസെൻട്രേഷൻ ആയിരിക്കും, ചില ക്വസ്റ്റ്യനിൽ രണ്ടും കണ്ടുപിടിക്കാൻ പറയും. അപ്പൊ ഒരെണ്ണം കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഓക്കെ ഫൈൻ. മനസ്സിലായോ മക്കളെ? അപ്പൊ ഇതാണ് പാലാരിവട്ടം പാലം. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് മക്കളെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, if the concentration of H2O2 changes from 0.5 to 0.05 in 15 seconds, then calculate rate of reaction first, rate of appearance of O2. റിയാക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, H2O2 decomposes to H2O plus half O2. ഇതാണ് റിയാക്ഷൻ. ഓക്കെ, രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കണം. ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് പായസം വിളമ്പി തരാൻ പോകുന്നില്ല, കുറച്ചു നേരം ആലോചിക്കും. ഓക്കെ, ഒന്നിലെ വീഡിയോ പോസ് ചെയ്തിട്ട് ആലോചിക്കും മക്കളെ, ചെറുതായിട്ടൊന്ന് ആലോചിക്കും, നിങ്ങൾ തന്നെ ഇത് കണ്ടുപിടിക്കാൻ നോക്കുക. വീഡിയോ പോസ് ചെയ്തിട്ട് എന്തായാലും ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, പക്ഷെ നിങ്ങളിത് ആദ്യം തന്നെ നിങ്ങൾ തന്നെ ട്രൈ ചെയ്യണം. ഓക്കെ, അതായത് ഏത് ക്വസ്റ്റ്യനും ആയിക്കോട്ടെ, ഫസ്റ്റ് യു ട്രൈ ഇറ്റ് ഓൺ യുവർ ഓൺ ആൻഡ് ദെൻ വി വിൽ സീ. നിങ്ങൾ അത് കഴിഞ്ഞിട്ട് പായസം കഴിച്ചോ. പായസം എന്ന് വെച്ചാൽ ഞാൻ വിളമ്പി തരാം അത് വെച്ചിട്ട്. അപ്പൊ നമുക്ക് നോക്കാം. അതിന്റെ എക്സ്പ്ലനേഷൻ വളരെ സിമ്പിൾ ആണ്. ഞാൻ ഓൾറെഡി സൊല്യൂഷൻസ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, എനിക്ക് ഇനി വീണ്ടും എഴുതാൻ വയ്യ. ഓക്കെ, പാർട്ട് 1 റേറ്റ് ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കണം. റേറ്റ് ഓഫ് റിയാക്ഷന്റെ ജനറൽ എക്സ്പ്രഷൻ എന്താണ്? ഈ ഒരു റിയാക്ഷൻ മൈനസ് DH2 by dt, അതായത് കോൺസെൻട്രേഷൻ ഓഫ് H2O2. ഓക്കെ, മൈനസ് D കോൺസെൻട്രേഷൻ ഓഫ് H2O2 by dt. മറ്റേ സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യന്റ് 1 ആണ്. അപ്പൊ 1 വെച്ച് ഡിവൈഡ് ചെയ്തത്. വാട്ടർ എടുക്കുകയാണെങ്കിൽ പ്ലസ് DH2 by dt. അഗൈൻ സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യന്റ് 1 ആണ് മക്കളെ. അപ്പൊ 1 വെച്ച് ഞാൻ ഡിവൈഡ് ചെയ്തു. അല്ലെ, ഇവിടെ പ്ലസ് ഇവിടെ മൈനസ്, കാരണം ഇത് റിയാക്ടന്റ് ഇത് പ്രോഡക്റ്റ്. O2യുടെ കാര്യത്തില് O2യുടെ സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യന്റ് രസകരമായിട്ടുള്ള സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യന്റ് ആണ്. ഇത് നമ്മൾ 1/2 വെച്ചാണ് ഡിവൈഡ് ചെയ്യണത്. അല്ലെ, 1/2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 നേരെ ചാടി മേപ്പോട്ട് കയറും, ആനപ്പുറത്ത് കയറും. അല്ലെ, 1/2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 നേരെ ആനപ്പുറത്ത് കയറും, 2 നേരെ ചാടും. അതാണ് 2DO2 by dt എന്ന് എഴുതിയിരിക്കുന്നത്. ഇതാണ് എക്സ്പ്രഷൻ. ഇനി ഇവിടെ കൊടുത്തേക്കുന്നത് എന്താ? if the concentration of H2O2 changes from 0.5 to 0.05 in 15 seconds, അതായത് DH2O2 by dt is 0.05 final concentration minus initial concentration divided by time interval. Final concentration minus initial concentration divided by time interval, which is minus 0.03. മനസ്സിലായോ? ഇനി ഈ -0.03 ആണോ റേറ്റ്? അല്ല,
we have to put a minus sign over here. Rate of reaction എന്ന് പറയുമ്പോൾ എന്താ മൈനസ് സൈൻ ഇടണം അല്ലെ, മൈനസ് DH2O2 by dt ആണ്, നോട്ട് DH2O2 by dt. അപ്പൊ റേറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് DH2O2 by dt. അപ്പൊ ഇവിടെ ഈ മൈനസ് 0.03 ഒരു മൈനസും കൂടി ആഡ് ചെയ്യുക, പോസിറ്റീവ് ആക്കുക. സംഗതി ക്ലിയർ, സംഗതി ക്ലിയർ. ഇസ് ഈക്വൽ ടു 0.03 മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ്. അപ്പൊ നിങ്ങൾ സാർ യൂണിറ്റ് എന്താണ് സാർ, ഈ യൂണിറ്റിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. വളരെ സിമ്പിൾ അല്ലേ മക്കളെ. റേറ്റിന്റെ യൂണിറ്റ് നോക്കുകയാണെങ്കിൽ റേറ്റ് is equal to change in concentration അല്ലേ. ഇപ്പൊ ജനറലി ഒരു എക്സ്പ്രഷൻ എഴുതുകയാണെങ്കിൽ എന്താണ്, ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ടൈം ചേഞ്ച് അല്ലേ. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷന്റെ യൂണിറ്റ് എന്താ, മോൾസ് പെർ ലിറ്റർ. കോൺസെൻട്രേഷന്റെ യൂണിറ്റ് എന്താ മക്കളെ, മോൾസ് ലിറ്റർ റേസ് ടു -1. ടൈമിന്റെ യൂണിറ്റ് എന്താ മക്കളെ, സെക്കൻഡ്. ടൈം അവിടെ ഡിനോമിനേറ്ററിലാണ് വരുന്നത്. കോൺസെൻട്രേഷന്റെ യൂണിറ്റ് എങ്ങനെയാ, മോൾ ലിറ്റർ റേസ് ടു -1 ആയത്. മൊളാരിറ്റിയുടെ യൂണിറ്റ്, മൊളാരിറ്റി നമ്പർ ഓഫ് മോൾസ് പെർ വോളിയം, മോൾ MOL പെർ വോളിയം, അതാണ് ലിറ്റർ റേസ് ടു -1. നമുക്ക് ഇങ്ങനെ ഇടാം, MOL per liter per second. Got it? ഇനി part 2, rate of appearance of O2. part 2, rate of appearance of O2 ആണ് ചോദിക്കുന്നത്. rate of appearance of O2 എന്താണ് മക്കളെ, rate of appearance of O2 എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ തന്നെ കണ്ടുപിടിക്കാം. നമ്മൾ നോക്കുമ്പോൾ മൈനസ് DH2O2 by dt is equal to 2DO2 by dt. ഇത് എവിടെ നിന്ന് കിട്ടി, രാമായണത്തിൽ എഴുതിയിട്ടുണ്ടോ, ഇല്ല, അത് ഇവിടെ എഴുതിയിട്ടുണ്ട്. മൈനസ് DH2O2 by dt is equal to 2DO2 by dt അല്ലേ മക്കളെ. ഫൈൻ. ഇതിലെ റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് O2 എന്ന് പറയുന്നത് DO2 by dt ആണ്. നമുക്ക് ഇത്രയും കണ്ടുപിടിച്ചാൽ മതി. DO2 by dt ആണ് റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് O2. നമുക്ക് പക്ഷേ മൈനസ് DH2O2 by dt equal to 2DO2 by dt എന്നറിയാം. അതിൽ DO2 by dt മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി, ഇത് മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഈ 2 നമുക്ക് ഈ സൈഡിലേക്ക് എടുക്കാം. -1/2 DH2O2 by dt is equal to DO2 by dt. ഈ സാധനം നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ് അല്ലേ. മൈനസ് DH2O2 by dt നമ്മൾ 0.03 എന്നുള്ളത് ഓൾറെഡി കണ്ടുപിടിച്ചതാണ് അല്ലേ. അപ്പൊ ആൻസർ എത്രയായിരിക്കും, 1/2 into 0.03 അല്ലേ. This will be the answer. ജമ്പ ലക്കടി പമ്പ അല്ല മക്കളെ, കഴിഞ്ഞോ. അപ്പൊ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു ഈ പ്രോബ്ലം കിട്ടുമ്പോ ആദ്യം തന്നെ പായസം തേടരുത്, ആദ്യം തന്നെ ഞാൻ വിളമ്പി വെച്ച പായസം തേടരുത്. ആദ്യം നിങ്ങൾ തന്നെ സോൾവ് ചെയ്യാൻ നോക്കുക. അത് കഴിഞ്ഞിട്ട് കിട്ടിയില്ലെങ്കിലും ആൻസർ ഇത് വെച്ചിട്ട് ക്രോസ് ചെക്ക് ചെയ്യാം. ഓക്കെ മക്കളെ. ഇനിയുള്ളത് ഞാനിവിടെ ഹോംവർക്ക് ആയിട്ട് തരുകയാണ് മക്കളെ. വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്തു നോക്കുക. ഇഫ് ദ റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് O2 ഇസ് 0.5 moles per liter per second, then determine the rate of disappearance of N2O5. നേരത്തെ ചെയ്ത ക്വസ്റ്റ്യന്റെ ഏതാണ്ട് മറ്റേ അമ്മാവന്റെ മോനായിട്ട് വരും ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, ഓൾമോസ്റ്റ് സെയിം ആണ്, സെയിം ലോജിക്. ചെയ്തു നോക്കുക. ഞാൻ സൊല്യൂഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ സൊല്യൂഷനിലേക്ക് ആദ്യം കിടക്കാൻ പാടില്ല. സൊല്യൂഷനിലേക്ക് ആദ്യം കിടക്കരുത്. ഹോംവർക്ക് ആയിട്ട് ചെയ്തു നോക്കുക ആദ്യം. ഓക്കെ, പിന്നെ ഫോർ ദ ഫോളോയിങ് റിയാക്ഷൻ a curve for ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഇപ്പൊ ചെയ്യാം. For the following reaction a curve for concentration versus time is given. അതായത് ഗ്രാഫ് വന്നിട്ടുണ്ട്.
Okay, 2NH3 giving you N2 plus 3H2. Calculate the rate of reaction in the interval of 5 to 15 seconds. നമ്മൾ ഈ സ്ട്രോബെറി ഷേക്ക് എന്നൊക്കെ പറയില്ലേ, ഈ വളരെ ഇഷ്ടമുള്ള സംഭവമാണ് സ്ട്രോബെറി ഷേക്ക്. അതേപോലെ തന്നെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. വളരെ സിമ്പിൾ ആണ് മക്കളെ, ഒന്നുമില്ല ഇതിനകത്ത്. 5 to 15 സെക്കൻഡ്സിൽ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ കണ്ടുപിടിക്കാം. അപ്പൊ റേറ്റ് ഓഫ് ദ റിയാക്ഷന്റെ എക്സ്പ്രഷൻ എന്താ? നമുക്ക് എങ്ങനെ വേണം റേറ്റ് ഓഫ് ദ റിയാക്ഷൻ എക്സ്പ്രസ് ചെയ്യാം? ഇറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് dNH3/2dt. എന്തുകൊണ്ടാ? ഇവിടെ സ്റ്റോക്കിയോമെട്രി കോഎഫിഷ്യന്റ് 2 ആണ്. അപ്പൊ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഇസ് ഈക്വൽ ടു മൈനസ് dNH3/2dt. അല്ലെങ്കിൽ നമുക്ക് N2 യുടെ കേസിൽ dN2/dt. അല്ലെങ്കിൽ നമുക്ക് ഹൈഡ്രജന്റെ കേസിൽ dH2/3dt. എങ്ങനെ വേണമെങ്കിലും എക്സ്പ്രസ് ചെയ്യാം അല്ലെ? ഇവിടെ നമുക്ക് dNH3/dt. ഓക്കെ, ഇവിടെ കോൺസെൻട്രേഷൻസ് കൊടുത്തിട്ടുണ്ട്. എന്ത് റിയാക്ടന്റ്? ഇത് കണ്ടാൽ തന്നെ അറിയാം, ഈ അരിവാള് കണ്ടാൽ തന്നെ അറിയാം റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ ആദ്യം ഗ്രാഫ് ആണെന്ന്. മേളിൽ നിന്ന് തുടങ്ങി താഴത്തോട്ട് വരുന്നു. അതായത് NH3യുടെ ഗ്രാഫ് ആയിരിക്കും ഇത്. അതായത് 5 സെക്കൻഡ്സിൽ കോൺസെൻട്രേഷൻ ഓഫ് NH3 is 0.6, 10 സെക്കൻഡ്സിൽ കോൺസെൻട്രേഷൻ ഓഫ് NH3 is 0.4, 15 സെക്കൻഡ്സിൽ കോൺസെൻട്രേഷൻ ഓഫ് NH3 is 0.2. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? 5 to 15 സെക്കൻഡ്സിൽ റേറ്റ് എന്താണ്? അതായത് മൈനസ് dNH3/2dt. dNH3 എത്രയാ? ചേഞ്ച് ഇൻ NH3 എത്ര മക്കളെ? ഫൈനൽ കോൺസെൻട്രേഷൻ 0.2. 15 സെക്കൻഡ്സിൽ കോൺസെൻട്രേഷൻ 0.2 ആണ്. മൈനസ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 0.6. മൈനസ് 0.2 മൈനസ് 0.6 ഡിവൈഡഡ് ബൈ 10. 10 എങ്ങനെ കിട്ടി? 5 to 15 ടൈം ഇന്റർവൽ എത്രയാ? ഫൈനൽ ടൈം മൈനസ് ഇനീഷ്യൽ ടൈം, that is equal to 10. 10 ഇവിടെ, that is equal to 0.02 അല്ല മക്കളെ? മൈനസ് 0.4 വരും, 0.04 വരും, 0.02 മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ്. പുറിയതാ കുടിച്ചാച്ചാ, മനസ്സിലായോ? അപ്പൊ നിങ്ങൾ വിചാരിക്കും സാറേ അപ്പൊ നമ്മള് ഇത് യൂസ് ചെയ്തില്ല സാറേ, ഈ 10 യൂസ് ചെയ്തില്ല സാറേ, അത് കഷ്ടമായി പോയില്ലേ? അതിനിപ്പോ ആര് പറഞ്ഞു യൂസ് ചെയ്യാനായിട്ട്? അത് ഞങ്ങളുടെ കാലത്ത് ഇതിനെ ട്രാപ്പ് വാല്യൂസ് എന്ന് വിളിക്കും. ട്രാപ്പ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ ആ വാല്യൂസ് അവിടെ കിടക്കും, പക്ഷെ വലിയ ഉപയോഗമൊന്നുമില്ല. അത് നമ്മൾ ചിലപ്പോ ഈ ഗ്രൂപ്പ് പ്രോജക്റ്റ് ഒക്കെ ചെയ്യില്ലേ, ഈ ഗ്രൂപ്പ് പ്രോജക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ 5 പേര് ചെയ്യേണ്ട പ്രോജക്റ്റ് ആയിരിക്കും, അതിൽ 2-3 പേര് മണക്കൂസന്മാരായിരിക്കും, അവിടെ തന്നെ ഇരിക്കും, ഒരു പണിയും ചെയ്യൂല. പക്ഷെ മാർക്ക് കിട്ടുമ്പോ അവന്മാരെടുത്തോണ്ട് അവന്മാരുണ്ട്, ചോദിച്ചാൽ നമ്മളുണ്ട് സാറേ, പക്ഷെ നമ്മൾ കൈകൊണ്ടൊന്നും ചെയ്യൂല. പണിയെടുക്കണ 2 പേരും പണിയെടുക്കാത്ത 3 പേരും. അതേപോലെ തന്നെ പണിയെടുക്കാത്ത ഒരുത്തനാണ് ഈ 0.4 പിന്നെ ഈ 10. ഓക്കെ, അപ്പൊ അതാണ് ഇത്. ഓക്കെ മക്കളെ, അപ്പൊ നമ്മൾ ഇന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്തത്. വളരെ ബേസിക്സ് ആയിട്ടുള്ള പിക്ചർ വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ കെമിക്കൽ കൈനറ്റിക്സിൽ അല്ലെ. ഇനി എന്തോരം കാണാനുണ്ട്. ഓക്കെ, സോ വെയിറ്റ് ഫോർ ദാറ്റ് മക്കളെ. അതിനു മുമ്പ് ഈ വീഡിയോ ഒന്നും കൂടി കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പറഞ്ഞില്ല നേരത്തെ, എത്ര ബിരിയാണി ചെമ്പ് കണക്കിന് ബിരിയാണി കഴിച്ചിട്ട് വന്നാലും നിങ്ങൾ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ഞങ്ങളുടെ എനർജി ഡൗൺ ആവും. ഞങ്ങളുടെ എനർജി ഡൗൺ ആയാ നിങ്ങൾക്ക് എന്നല്ലേ പണി. അപ്പൊ നിങ്ങൾ എനർജി തരണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യനും നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ് മക്കളെ. എന്തായാലും ഞാൻ ഈ ക്വസ്റ്റ്യൻ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യണതായിരിക്കും. ഓക്കെ, പക്ഷെ ഹോംവർക്ക് ആയിട്ട് ട്രൈ ചെയ്യാം. ഞാൻ ഈ ക്വസ്റ്റ്യൻ അടുത്ത ക്ലാസ്സിൽ എന്തായാലും ഡിസ്കസ് ചെയ്യും. സ്ലൈഡ്ലി ചെറിയൊരു വേരിയേഷൻ ഉള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. അടുത്ത ക്ലാസ് ഈ ക്വസ്റ്റ്യൻ വെച്ചായിരിക്കും ഞാൻ തുടങ്ങാൻ പോണത്. ആൻസർ അവിടെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ പേടിക്കണ്ട. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം മക്കളെ. For the following reaction at 300 Kelvin, the pressure of NO falls from 5 atm to 2.5 atm in 10 seconds. 10 സെക്കൻഡില് NOയുടെ പ്രഷർ 5 atm to 2.5 atm in 10 seconds.
Calculate the rate of the reaction in moles per liter per second and atm per second. Moles per liter per second and atm per second. അതായത് ഈ രണ്ട് യൂണിറ്റിലും റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് ബേസിക്കലി മനസ്സിലായില്ല മക്കളെ, ആർ പിയും ആർ സിയും കാൽക്കുലേറ്റ് ചെയ്യുക. ആർ പിയും ആർ സിയും കാൽക്കുലേറ്റ് ചെയ്യുക. റേറ്റ് ഓഫ് ദ റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു പ്രഷറും റേറ്റ് ഓഫ് ദ റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു കോൺസെൻട്രേഷനും കാൽക്കുലേറ്റ് ചെയ്യുക. വെരി സിമ്പിൾ മക്കളെ. റേറ്റ് ഓഫ് ദ റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു പ്രഷർ എത്രയാ? റേറ്റ് ഓഫ് ദ റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു പ്രഷർ എത്രയാ മക്കളെ? റേറ്റ് ഓഫ് ദ റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു പ്രഷർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് മൈനസ് ഡി പി എൻ ഒ ഡിവൈഡഡ് ബൈ 2 dt അല്ലെ? 2 ആണ് കോൺസെൻട്രേഷൻ ഇവിടെ, സോറി 2 ആണ് സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യന്റ് ഇവിടെ. അപ്പൊ മൈനസ് ഡി പി എൻ ഒ ബൈ 2 dt. പ്രഷർ എത്ര ചേഞ്ച് ചെയ്യണത് മക്കളെ? പ്രഷർ എത്ര ചേഞ്ച് ചെയ്യണത് മക്കളെ? പ്രഷർ എത്ര? 5 atm to 2.5 atm. അതായത് മൈനസ് 1/2 into 2.5 മൈനസ് ഫൈനൽ പ്രഷർ 2.5, ഇനീഷ്യൽ പ്രഷർ 5, 2.5 മൈനസ് 5 എന്നോ തന്നെയല്ലേ? ഡിവൈഡഡ് ബൈ 10. ഡിവൈഡഡ് ബൈ 10. ഓക്കെ ഫൈൻ. അപ്പൊ 2.5 മൈനസ് 5, 2.5 മൈനസ് 5 ഇത് നമുക്ക് മൈനസ് 1/2 ഇൻറ്റു മൈനസ് 2.5 മൈനസ് അവിടെ കളയാല്ലേ? മൈനസ് അവിടെ കളയാല്ലേ? മൈനസ് ഇവിടെ കളയാം. ഈ മൈനസും കൂടി ക്യാൻസൽ ആയി പോകും. 1/2 ഇൻറ്റു 1/2 ഇൻറ്റു 1/2 ഇൻറ്റു 0.025, സോറി 0.25 വരും അല്ലേ? 0.25 വരും അല്ലേ മക്കളെ? 0.25 വരും അല്ലേ മക്കളെ? 0.25. That is equal to 0.125. ഇതായിരിക്കും atm second raised to minus 1 റേറ്റ്. 2NO plus O2 giving you 2NO2. Pressure of NO falls from 5 atm to 2.5. അതായത് നമുക്കറിയാം റേറ്റ് ഓഫ് ദ റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു പ്രഷർ, റേറ്റ് ഓഫ് ദ റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു പ്രഷർ ഇസ് മൈനസ് dPNO by 2 dt. എന്തുകൊണ്ടാണ് 2 dt? ബിക്കോസ് സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യന്റ് 2 ആണ്. സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യന്റ് 2 ആണ്. നമുക്ക് ഈ പേജ് ഓർമ്മയില്ലേ? റേറ്റ് ഓഫ് ദ റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു പ്രഷർ ഇസ് മൈനസ് dPA by N1 dt. അത് തന്നെയാണ് മക്കളെ, അത് തന്നെയാണ് മക്കളെ, അത് തന്നെയാണ് മക്കളെ ഇവിടെ കൊടുത്തേക്കണത്. മൈനസ് dPNO by 2 dt. ഓക്കെ. അപ്പൊ ന്യൂമറേറ്ററിൽ എന്താ? ചേഞ്ച് ഇൻ പ്രഷർ. ചേഞ്ച് ഇൻ പ്രഷർ എത്ര? 2.5 മൈനസ് 5, ഫൈനൽ മൈനസ് ഇനീഷ്യൽ. ഓക്കെ. ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം എത്രയാ? ഇൻ 10 seconds, 10 സെക്കൻഡ് ഗ്യാപ്പിൽ. അപ്പൊ 10 ഓവർ ഹിയർ മൈനസ് ആസ് ഇൻ 2 വെച്ച് ഡിവൈഡ് ചെയ്യണം. സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യന്റ് 2 ആണ്. 2.5 മൈനസ് 5 എത്രയാ? 2.5 മൈനസ് 5 ഇസ് മൈനസ് 2.5. മൈനസ് 2.5 മൈനസും ക്യാൻസൽ ആവും. അത് ഡിവൈഡഡ് ബൈ so 2.5 divided by 10 is 0.25. So 0.25 into 1/2 is 0.125 atm per second. ഇനി ഇത് തന്നെ ഇതിന്റെ കോൺസെൻട്രേഷൻ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ, റേറ്റ് ഓഫ് ദ റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു കോൺസെൻട്രേഷൻ നോക്കുകയാണെങ്കിൽ, റേറ്റ് ഓഫ് ദ റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു കോൺസെൻട്രേഷൻ നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം മക്കളെ? റേറ്റ് ഓഫ് ദ റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു കോൺസെൻട്രേഷൻ നോക്കുകയാണെങ്കിൽ ഫോർമുല നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തിട്ടുണ്ട് മക്കളെ. റേറ്റ് ഓഫ് ദ റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു പ്രഷർ ഇസ് RT ഇൻറ്റു റേറ്റ് ഓഫ് ദ റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു കോൺസെൻട്രേഷൻ. അപ്പൊ ബേസിക്കലി ഇവിടെ നമ്മൾ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ with respect to concentration is rate of the reaction with respect to pressure divided by RT. അത് തന്നെ അവിടെ ചെയ്യുക. അത് തന്നെ അവിടെ ചെയ്യുമ്പോൾ 0.125 divided by RT. ഓക്കെ മക്കളെ. ടെമ്പറേച്ചർ 300 Kelvin കൊടുത്തിട്ടുണ്ട്. പിന്നെ ആർ വാല്യൂ എത്ര മക്കളെ? ആർ വാല്യൂ ATM ലിറ്റേഴ്സിൽ എടുക്കുമ്പോൾ 0.0821 വരും. ഓക്കെ. അപ്പൊ ആർ വാല്യൂ ഇടുക, ടെമ്പറേച്ചർ വാല്യൂ ഇടുക, യു വിൽ ഗെറ്റ് ദി ആൻസർ. കണക്ക് ഞാൻ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ഫൈനൽ ഫോർമുല ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് മക്കളെ. ദിസ് ഇസ് ഹൗ യു ഡു ഇറ്റ്. ഇത് സ്ലൈറ്റ്ലി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് ഞാൻ സോൾവ് ചെയ്ത് തന്നത്. അതുകൊണ്ടാണ് ഫോർമുല തന്നെ നമ്മൾ ഡിറൈവ് ചെയ്തത്. ചിലപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ ഫോർമുല കാണണമെന്നില്ല. ഒരു ഇൻട്രസ്റ്റിംഗ്
പ്യുവർലി പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള ഡെറിവേഷൻ ആണത്. ഓക്കെ, തിയറി എന്ന് പറയാൻ പറ്റില്ല ഈ കണക്ഷൻ, RT-RC കണക്ഷൻ നിങ്ങൾ ചിലപ്പോൾ തിയറി ബുക്സിൽ കാണില്ല. ഓക്കെ, അപ്പൊ അതാണ് കഥ. RC is equal to 0.125 by RT. അതായിരിക്കും മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡിൽ അതിന്റെ യൂണിറ്റ്. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിച്ചിരിക്കുന്നു. ആദ്യത്തെ മാലപ്പടക്കം പൊട്ടി. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എനിക്ക് എന്തായാലും വളരെ അധികം ഇഷ്ടപ്പെട്ടു. എനിക്ക് അടുത്ത ചെമ്പ് ബിരിയാണി കഴിക്കാൻ നേരമായി. അപ്പോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ ഇടുക. ഞാൻ അതിൽ കൂടെ പോകുന്നതായിരിക്കും. വേദാന്തു ടീമും പോകും. വിൽ ഓൾ റിവ്യൂ യുവർ ഡൗട്ട്സ് ഡെഫിനറ്റ്ലി. ആ ഡൗട്ട്സ് കളക്ട് ചെയ്തിട്ട് എന്തായാലും അടുത്ത ക്ലാസ്സിൽ നമ്മളത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇതിനപ്പുറം നിങ്ങൾക്ക് ലൈവ് സെഷൻസ് വേണമെന്നുണ്ടെങ്കിൽ, ലൈവ് സെഷൻസ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി കമൻറ്റ് ചെയ്യുക. ചാറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ലൈവ് സെഷൻസ് വേണമെന്നുള്ളത്. ഞങ്ങൾ ലൈവ് സെഷൻസ് ആയിട്ട് വരുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതെന്തായാലും എടുത്ത് തന്നെ നടക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ഡൗട്ട്സ് ഓൾറെഡി നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇടുക. പിന്നെ ടെലിഗ്രാം ചാനൽ വേദാന്തു എന്ന് പറഞ്ഞ അതിമനോഹരമായ ഞങ്ങളുടെ ഫാമിലിയിലേക്ക് വി വെൽക്കം ഓൾ ഓഫ് യു ഗൈസ്. അപ്പൊ അതിന്റെ കൂടുതൽ ഇന്ററാക്ഷനും കൂടുതൽ അപ്ഡേറ്റ്സും ടോപ്പിക്സിനെ കുറിച്ച് അറിയാനൊക്കെ ആയിട്ട് യു ക്യാൻ ജോയിൻ ദ വേദാന്തു ചാനൽ, മലയാളം ചാനൽ. ഓക്കെ, കൂടുതൽ അപ്ഡേറ്റ്സും നോട്ടിഫിക്കേഷൻസും ഞാൻ താടി പഠിച്ചിട്ടുണ്ടോ, ഞാൻ താടി പഠിച്ചിട്ടില്ലേ, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും ടെലിഗ്രാം ചാനലിൽ കൂടെ. അത് മാത്രമല്ല ടോപ്പിക്സിനെ കുറിച്ചും എന്തെങ്കിലും അസൈൻമെന്റ്സോ എന്തെങ്കിലും പ്രോബ്ലംസോ ഹോംവർക്കോ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഞാൻ മാത്രമല്ല, എല്ലാ സാറന്മാരും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് മക്കളെ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ക്ലാസ് നടയടി കഴിഞ്ഞു. ഇനി അങ്ങോട്ട് മാലപ്പടക്കമായിരിക്കും. മാലപ്പടക്കത്തിന്റെ പൊടിപൂരമായിരിക്കും. സോ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദ ക്ലാസ്. ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ടോ മക്കളെ? Whatever you do in life, try to get into the best college. Okay, നിങ്ങൾക്ക് കൊടുക്കാനുള്ള, നിങ്ങൾക്ക് തന്നെ കൊടുക്കാനുള്ള അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റിയതിൽ വെച്ച് ഏറ്റവും നല്ല സമ്മാനമായിരിക്കും അത്. നിങ്ങളുടെ അച്ഛനമ്മമാർക്ക് മാത്രമല്ല, നിങ്ങളുടെ ലൈഫിന് വേണ്ടി. ഞാൻ പറഞ്ഞില്ല, ഒരു നല്ല കോളേജ് is always a good brand. And so what you guys are doing right now, നിങ്ങളുടെ ഈ preparation journey, you are moving in the right track. So don't get demotivated. Stay motivated, stay happy, stay healthy, stay humble. Okay, love you guys a lot. Bye bye.